ഇത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സിനിമയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇപ്പം മനുഷ്യൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ യാത്രയുണ്ട്, എൻ്റെ നാടകമുണ്ട്, എല്ലാം അതിൻ്റെ ഒരു മൊണ്ടാഷാണ്. കറക്റ്റ് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ജീവിച്ചതിൻ്റെ ഒരു മൊണ്ടാഷാണ് ആ സിനിമ. നമ്മൾ സിനിമ പഠിക്കുമ്പോൾ സിനിമകൾ എന്താ കെ.ജി. ജോർജ് സാറൊക്കെയാണ് ഞങ്ങൾക്ക് അതെ, ക്ലാസ് അതെ. എടുത്തിട്ടുണ്ട്. ജോൺ പോൾ സാറ് അമൃതയില്. അമൃതയിൽ. ഞാനിപ്പോൾ ഇത്രയും വർഷമായി ഈ സിനിമയിൽ നിൽക്കുകയാണ്. ഇത്രയും പ്രഗത്ഭരുടെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എനിക്കറിയാവുന്ന രീതിയിലുള്ള ഒരു പുതിയ നാരേറ്റീവ് ഞാൻ വർക്ക് ചെയ്തത് എൻ്റെ പഠനങ്ങൾ വെച്ചിട്ടുള്ള ഒരു പുതിയ നാരേറ്റീവ് സ്ട്രക്ചറൊക്കെ കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ കാസർഗോഡ് നിന്നൊക്കെ വരുന്നതല്ലേ. അപ്പം എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഭയങ്കര ചാൻസ് വളരെ കുറവാണ്. ഈ ഫാൻ ഫൈറ്റ് പരിപാടികളൊന്നും നമുക്ക് എനിക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ചിൽഡ്രൻസ് ഓഫ് ഹെവനൊക്കെ കണ്ട് ആ വിഷമവും നമുക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അതിലാണ് ഞാൻ മറ്റേ കൂടുതൽ അത് വ്യക്തിപരമായ വിഷമമായി മാറുക. വ്യക്തിപരമായിട്ട് വിഷമമായി മാറും. സിനിമയിലൊരു പ്രശ്നം അല്ലേ? അതാ. അതിന് ഈ സ്റ്റാറുകളൊന്നും വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു അങ്ങനെ ഒരു കാഴ്ച അടിസ്ഥാനപരമായിട്ട് എൻ്റെ സിനിമാ കാഴ്ചയിലുണ്ട്. പോത്തൻ്റെ കൂടെയാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. നേരിട്ട് കണ്ടിട്ടുള്ള ഭയങ്കര അത്ഭുതങ്ങളിലൊന്ന് തൊണ്ടിമുതലിൻ്റെ എക്സിക്യൂഷനാണ്. പോത്തൻ എങ്ങനെയാണ് പിന്നെ ഈ തൊണ്ടിമുതലിൽ പോലീസുകാരെ കാസ്റ്റ് ചെയ്യാമെന്ന് ഒരു ദിവസം വന്നിട്ട് പറയുന്നത്, നമുക്ക് പോലീസുകാരെ തന്നെ കാസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അത് ഓക്കെയാണ് ഇന്ന് ചിന്തിക്കുമ്പോൾ. അന്നത് ഓക്കേ അല്ല. ഞാനൊരു കൊമേഴ്സ്യൽ സിനിമ പിന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. അപ്പോൾ ഞാനിവിടെ ജോലി ചെയ്തും കൂടി ജീവിക്കാൻ അങ്ങനെയുള്ള കാഴ്ചപ്പാട് തന്നെയാണ് പിന്നെ സിനിമ ചെയ്യുന്നത്. നടനും സംവിധായകനുമായ രാജേഷ് മാധവനാണ് ക്യൂ സ്റ്റുഡിയോയിൽ. രാജേഷ്, സ്വാഗതം. ആദ്യം തന്നെ മലയാള സിനിമയുടെ ഒരു നടപ്പ് രീതികളെ അല്ലെങ്കിൽ നിലവിലുള്ള ദൃശ്യവ്യാകരണത്തെയൊക്കെ എല്ലാ അർത്ഥത്തിലും പുതുക്കി പണിതൊരു സിനിമ എന്നുള്ള രീതിയിലാണ് ഞാൻ പെണ്ണും പൊറാട്ടവും കണ്ടതും ഇനി അങ്ങോട്ട് കാണാനിരിക്കുന്നതും. അതായത് ഒരു ഗംഭീരമായിട്ടുള്ളൊരു സിനിമയിലൂടെ ഒരു മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. നമ്മളിപ്പോൾ ട്രാഫിക് വന്ന സമയത്ത് അല്ലെങ്കിൽ ഈ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും കണ്ട സമയത്ത് അങ്ങനെ നമ്മൾ ഇപ്പോഴും ഒരു ഒരു പുതിയ ദിശയിലേക്ക് സിനിമ സഞ്ചരിച്ചു തുടങ്ങുന്നു, അല്ലെങ്കിൽ പുതിയൊരു അവതരണ രീതി അനുഭവപ്പെടുത്തുന്നു. ഒരു മുൻമാതൃകയില്ലാത്ത സിനിമ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആ സിനിമ എൻജോയ് ചെയ്തത്. ഇപ്പോൾ ഫെസ്റ്റിവലിലൂടെയാണ് പെണ്ണും പൊറോട്ടയും യാത്ര ചെയ്തത്. ആദ്യം ചോദിക്കാനുള്ളത്, രാജേഷ് ശരിക്ക് ഒരു സിനിമാ മോഹിയായി ആകാൻ ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ രാജേഷിനെ പരിചയപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ നിന്ന് യാദൃശ്ചികമായിട്ടാണ് രാജേഷിൻ്റെ അഭിനയ രംഗത്തേക്കുള്ള വരവുണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് നിർത്തിയിട്ടൊരു ഗ്യാപ്പ് എടുത്തിട്ട് സംവിധാനത്തിലേക്ക് നീങ്ങുന്നു. അങ്ങനെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലും ഒരു പൂർവ്വ മാതൃക മലയാളത്തിന് മുൻപ് കണ്ട് പരിചയമുള്ള ഒരു ശൈലിയോ അവതരണമോ ഒരു ദൃശ്യാഖ്യാനമോ വേണ്ടെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ പെണ്ണും പൊറാട്ടം എന്ന് പറയുന്ന സിനിമയിലേക്കുള്ളൊരു വരവ്, അങ്ങനെ ഒരു തീരുമാനം, അതെന്തായിരുന്നു? മനുഷ്യൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആക്ച്വലി നമ്മൾ സിനിമ പഠിക്കുമ്പോൾ സിനിമകൾ എന്താ കെ.ജി. ജോർജ് സാറൊക്കെയാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ജോൺ പോൾ സാർ അമൃതയിൽ. അപ്പോൾ ആ സമയത്ത് മുതലേ മറ്റേ നമ്മൾ ലോക സിനിമകൾ കാണുന്നുണ്ട്. പല നാരേറ്റീവ് സ്ട്രക്ചറിലുള്ള പല വിഷയങ്ങൾ സംസാരിക്കുന്ന സിനിമകളൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ഇത്രയും വർഷമായി ഈ സിനിമയിൽ നിൽക്കുകയാണ്, ഇത്രയും പ്രഗത്ഭരുടെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ എന്തായാലും ഒരു നല്ല സിനിമ, ഒരു എനിക്കറിയാവുന്ന രീതിയിലുള്ള ഒരു പുതിയ നാരേറ്റീവ് ഞാൻ വർക്ക് ചെയ്തത് എൻ്റെ പഠനങ്ങൾ വെച്ചിട്ടുള്ള ഒരു പുതിയ നാരേറ്റീവ് സ്ട്രക്ചറൊക്കെ കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ ഇങ്ങനെ നടനായിട്ട് നല്ലൊരു സമയത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. അതൊക്കെ കൊണ്ടുകൂടിയായിരിക്കാം ഇങ്ങനെ ഒരു സിനിമ എനിക്ക് ആ സമയത്ത് പുൾ ഓഫ് ചെയ്യാൻ സാധ്യത. അതെ, ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം എനിക്ക് പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് അവസാനം ഔട്ടൊക്കെ ആവാറാവുമ്പോഴാണ് ഇതെങ്ങനെയായിരിക്കും ആൾക്കാർ, അതുവരെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായില്ല. ഇത് ഇനി എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എങ്ങനെയായിരിക്കും ആൾക്കാർ ഇതിന് കാണുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര സംശയമുള്ള കാര്യമായിരുന്നു. പക്ഷെ അത് നിങ്ങളൊക്കെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അത് മാറിയത്. ആക്ച്വലി പണ്ട് മുതലേ ഞങ്ങളിപ്പം ശ്യാമേട്ടനോടൊക്കെ കഥ പറയുമ്പോൾ ശ്യാമേട്ടൻ പണ്ട് മുതലേ പറയുമായിരുന്നു, എടാ കുറച്ചും കൂടി മനുഷ്യന്മാർക്ക് എന്നൊക്കെ ചെയ്യുന്നുള്ളത്. മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് പക്ഷെ അത് പറഞ്ഞു ഫലിപ്പിക്കാൻ അന്ന് അറിയില്ലായിരുന്നു. ഇന്ന് അതിനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു സിനിമ ഉണ്ടായതെന്ന് വിചാരിക്കുന്നു. നമ്മളെപ്പോഴും പറയില്ലേ, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു അതിഗംഭീരനായിട്ടുള്ള ഒരു ഫിലിം മേക്കറെ കിട്ടി എന്നുള്ളത് നമുക്ക് പലപ്പോഴും മലയാളത്തിൻ്റെ ഒരു ഹിറ്റ് ചിത്രം കിട്ടി, മലയാളത്തിൻ്റെ 100 കോടി പടം കിട്ടി എന്നൊക്കെ പറയുന്നിടത്ത് നമുക്കൊരു ഗംഭീര ക്രാഫ്റ്റ്മാനെ കിട്ടി,
ഗംഭീര ഫിലിം മേക്കർ കിട്ടി എന്നുള്ളത് നമുക്ക് ഒരു വർഷത്തിൽ എല്ലായ്പ്പോഴും പറയാൻ പറ്റില്ല. ഒരു 200 പടം വരുന്നതിനിടയിൽ. എനിക്ക് പെണ്ണും പൊറാട്ടും കണ്ട സമയത്ത് ഇപ്പം രാജേഷ് മുന്നിലിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇത് പ്രകീർത്തിച്ച് പറയല്ല. പക്ഷെ ഉറപ്പായും ഒരു ഗംഭീര ക്രാഫ്റ്റ്മാനെ കിട്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഒരു ഒറ്റ കാഴ്ചയിൽ ഇതൊരു അൺഫിലിമബിൾ ആണല്ലോ ഈ തോട്ട്. ഇതെങ്ങനെ ഫിലിമബിൾ ആവും എന്ന് പറയുന്നത് പോലെ ഒരു തോട്ടിനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതും അത് ക്രാഫ്റ്റിന്റെ ഒരു ഗരിമ അനുഭവപ്പെടുത്തുകയും ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് ഇതിൽ രാജേഷിന്റെ തിയേറ്റർ ഉണ്ട്. രാജേഷിന്റെ അഭിനയാനുഭവമുണ്ട്. ഉണ്ട്. അല്ലെങ്കിൽ ഈ തിയേറ്ററിൽ കിടന്ന പലതരം അബ്സ്ട്രാക്ട് പ്ലേകളുടെ സംഗതിയുണ്ട്. അല്ലെങ്കിൽ രാജേഷ് എന്നുള്ള ആള് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഗ്രാമീണതയുണ്ട്. കാസർഗോഡിന്റെ ഈ പറയുന്ന ഉൾനാടൻ ഗന്ധമുള്ള അല്ലെങ്കിൽ ആ റൂറൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതിനൊപ്പം തന്നെ ഈ പറയുന്ന ദിലീഷ് അടക്കമുള്ളവരൊപ്പം ചേർന്നിട്ടുള്ള ഒരു സഹസംവിധായകന്റെ യാത്രയിൽ നിന്നുള്ള ഒരു അനുഭവ സമ്പത്തുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഇതിൻ്റെ മുഴുവൻ സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള സാധനം അതെ. ശരിക്കും ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് തോട്ടാണ് അല്ലോ ഇത് ഉണ്ടാക്കിയതെന്നത്. ഇപ്പം ഞാൻ പറയില്ലേ പട്ടടയിൽ നിന്ന് സുട്ടു ഞാൻ പറഞ്ഞ അതിൽ റിവീൽ ഇതൊരു സ്പോയിലർ സ്വഭാവം പറയില്ല, എന്നാൽ പോലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീൻ എന്ന് പറയുന്ന ഒരു ക്വാറി സീൻ കണ്ടിട്ട് നമ്മുടെ ഓർമ്മയിലൊന്നും ഇങ്ങനെ ഒരു വിഷ്വൽ ഇല്ലല്ലോ. എപ്പോഴും നമ്മൾ എല്ലാ കാലത്തും റെഫറൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കണ്ട സിനിമകളുടെ അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമായ സിനിമയുടെയൊക്കെ റെഫറൻസിൽ ഇതുപോലെ സീൻ എന്നാണ് പറയുന്നത്. ഒരു മുൻമാതൃക ഇല്ലാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സീൻ കൊറിയോഗ്രാഫി അല്ലെങ്കിൽ പെർഫോമൻസ് കൊറിയോഗ്രാഫി ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും ഈ പറയുന്ന സിനിമയുടെ എക്സിക്യൂഷൻ പാർട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് ഒരു മുൻമാതൃക ഇല്ലല്ലോ ആ കാര്യത്തിൽ. അതെ. അത് ആക്ച്വലി ഇത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സിനിമയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇപ്പൊ മനുഷ്യനും പറഞ്ഞ പോലെ തന്നെ എൻ്റെ യാത്രയുണ്ട്, എൻ്റെ നാടകമുണ്ട്, എല്ലാം അതിൻ്റെ ഒരു മൊണ്ടാഷാണ്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ജീവിച്ചതിൻ്റെ ഒരു മൊണ്ടാഷാണ് ആ സിനിമ. അപ്പൊ ഇത് ഭയങ്കര പേഴ്സണലാണ്. അപ്പൊ നമ്മളുടെ സംഘർഷങ്ങളുണ്ട് ഇതില്. ആ സംഘർഷങ്ങൾ എങ്ങനെ വിഷ്വലൈസ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ യാത്ര തന്നെയാണ് ആ അവസാനം പാറമടയിലേക്കൊക്കെ എത്തുന്നത്. അത് പേഴ്സണൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എന്താ സുട്ടു പറയുന്ന ഡയലോഗ് തന്നെയാണ്. നമ്മൾ ജീവിതാവസ്ഥകളിൽ നമ്മൾ എങ്ങനെയൊക്കെ ആലോചിക്കുമല്ലോ, അങ്ങനെ ആലോചിക്കുന്നതിൽ നിന്നാണ് ആ ഡയലോഗ് വന്നത്. ആ ഡയലോഗ് വരുമ്പോൾ ആ ഡയലോഗ് ആ കണ്ടന്റിനെ എങ്ങനെ പുറത്തേക്ക് എത്തിക്കണം, അത് വിഷ്വലി എത്ര അപ്പീലിംഗ് ആയിരിക്കണം എന്നുള്ള ഭയങ്കര സാധാരണ ചിന്തയിൽ നിന്നാണ് ഇത്രയും രീതിയിലുള്ള കോറിയോഗ്രാഫി ഒക്കെ വന്നത്. ഇത് ഈ രണ്ട് കഥകളും ഇപ്പം സുട്ടുവിന്റെ കഥയായി കഴിഞ്ഞാലും ഞങ്ങൾക്കൊരു നായ ഉണ്ടായിരുന്നു, എനിക്കും രവിക്കും. രവിന്റെ റൈറ്റർ രവിയുടെ നായായിരുന്നു അത്. അപ്പൊ അവൻ ഞങ്ങളുടെ ഭയങ്കര അടുത്ത ആളായിരുന്നു. എന്നെ ഒരു ഡോഗ് ലവർ ആക്കി മാറ്റിയത് അവന്. നിങ്ങളുടെ സിനിമ യാത്രയോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ കുറെ കാലം രവിയുടെ വീട്ടിലിരുന്നിട്ട് എഴുത്ത് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ രവി ജോലിക്ക് പോകും, ഞാൻ എഴുതും. ആ സമയത്തൊക്കെ അവിടെ രാമു എന്ന് പറഞ്ഞ ഞങ്ങളുടെ പിന്നെ നായുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലും അപ്പോൾ ഇവന് വഴിയെ പോകുന്ന ആൾക്കാർ വെറുതെ ഇവനാണെന്നും പാവാണ്, ഒന്നും ചെയ്യില്ല, ആൾക്കാരെ ഒന്നും ചെയ്യില്ല, സ്നേഹം മാത്രമുള്ള ഒരാളാണ്, അവനിപ്പില്ല. അപ്പൊ ആ തോട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒരു ഇവൻ ഓടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചാലോ എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ കഥ തുടങ്ങിയത്. അതായത് ശരിക്കും ആദ്യ സംവിധാനത്തിൽ ആദ്യമായി ആലോചിച്ചത് തന്നെ ഇത് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ആലോചിച്ചിരുന്ന കഥയാണ്. അതൊരു 10 വർഷം മുമ്പുള്ള തോട്ടാണ്. പക്ഷെ അതിങ്ങനെ ആയിരുന്നില്ല. പിന്നെ ഞങ്ങൾ ആ കഥ അപ്പോൾ ജല്ലിക്കെട്ടൊക്കെ വന്നു. ഞങ്ങൾ ഈ രാത്രി ഓടുന്ന പിന്നെ പട്ടിയുടെ കഥയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ജല്ലിക്കെട്ട് വന്നതോടുകൂടി ഞങ്ങൾ മറ്റേ മനസ്സിലുണ്ട വിഷ്വൽ മൊത്തം ഈ ടോർച്ചടിക്കുന്ന രാത്രി ഇരുട്ടിലെ തെരച്ചിലായിരുന്നു ഞങ്ങളുടെ അന്ന് ഉണ്ടായിരുന്ന വിഷ്വൽസ് ഒക്കെ. ജല്ലിക്കെട്ട് വന്നതോടുകൂടി നമ്മൾ അത് ഉപേക്ഷിച്ചു. പിന്നെ ഈ സിനിമയിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, മറ്റേ മനുഷ്യന്മാരുടെ ഇടയിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ്, അത് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നടന്നു. അതൊരു ഫൺ ഇൻസിഡന്റ് ആയിട്ട് അത് ഭയങ്കര സീരിയസ് ആയിരുന്നു. ഭയങ്കര കാര്യമായിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഭയങ്കര അതെ. അപ്പൊ അത് നടന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ രണ്ട് കഥകൾ, പേഴ്സണൽ കഥകൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടു നടന്നതാ. ഒരു സമയത്ത് ഇത് രണ്ടിനും ഒരു ഒന്നല്ലേ രണ്ടും എന്ന് ഞങ്ങൾക്ക് ഒരു ചേർച്ച ഫീൽ ചെയ്തത്. അത് ഞാനും രവിയും അത് കുറച്ചു കാലം ചർച്ച ചെയ്തിട്ട് അത് വിട്ടു. ഞങ്ങള് ഈ സിനിമയിൽ നമുക്ക് എന്തായാലും ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനൊരു വിശ്വാസം നമ്മൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. പിന്നെ ഈ സിനിമ ചെയ്യാൻ എനിക്കൊരു അവസരം വന്നു. അപ്പോൾ എന്നോട് സന്തോഷ് ചേട്ടനും ബെന്നി ചേട്ടനും ഒക്കെ നിന്റെ ആദ്യത്തെ സിനിമ നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു വലിയ സിനിമക്ക് ആദ്യം പ്ലാൻ ചെയ്യുന്നു, മരണവംശം. പിന്നെ
ഓ, പെൺപാട്ടിന് മുമ്പ് മരണവംശം ആദ്യം ആലോചിച്ചു. മരണവംശമാണ് ആദ്യം ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അന്ന് നോവൽ പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ അത് തീരുമാനിച്ചു കഴിഞ്ഞപ്പോ കുറച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോ ഇത് വലിയ പടമാണ്, എന്നെ കൊണ്ട് കൂട്ടിയാ കൂടണ്ടേ. അപ്പൊ ഞാനത് ആലോചിച്ചിട്ട് അപ്പൊ സന്തോഷേട്ടനും ഒക്കെ പെൺപൊറാട്ട് കണ്ട അങ്ങനെ തോന്നില്ല, വലിയ പടം ഇതും എനിക്ക് വലിയതാണല്ലോ. എനിക്കിനി മറ്റേ പെണ്ണുമ്പറായിട്ട് ആദ്യത്തെ ആദ്യത്തെ കുറച്ച് ആലോചനയില് കുറച്ച് ചെറുതായിട്ടുള്ള പടമായിരുന്നു. പിന്നെ ഞങ്ങളത് ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോ ചെറുതായിട്ട് ചെയ്താൽ പോരാ, ഇതിന് ആ ഇമ്പാക്റ്റോട് കൂടി ആൾക്കാരിലേക്ക് എത്തിക്കണം, ആൾക്കാരിലേക്ക് എത്തേണ്ടത് നിർബന്ധമാണ് എന്നുള്ളതും കൊണ്ടും കൂടിയാണ് ഈ നെറേറ്റീവ് ഈ ലാംഗ്വേജിലേക്ക് ആ സിനിമ വന്ന് അവസാനിച്ചത്. ഇപ്പൊ 100-നടുത്ത് ആക്ടേഴ്സ് അതിലിപ്പം 1-2 പേർ, ഞാനപ്പോൾ പേര് പറയാതിരിക്കുന്നത്, കണ്ട് അതില് അവര് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പരിചിതരായ ഒരു 2-3 പേരാണുള്ളത് നമ്മൾ മുൻ സിനിമയിൽ കണ്ടിട്ടുള്ളത്. ബാക്കി 100-നടുത്ത ആളുകൾ സിനിമയിൽ പുതിയ ആളുകളാണ്. തിയേറ്ററിന്റെ പശ്ചാത്തലം ഉണ്ടാവാം, മറ്റേതെങ്കിലും ഒരു കലാപരിചയം ഉണ്ടാവാം, എന്നാൽ പോലും സിനിമയിൽ എൻ്റയർലി പുതിയൊരു 100ഓളം ആളുകൾ. അതിൽ തന്നെ വളരെ നിയന്ത്രിതാഭിനയും പെർഫോമൻസിലൊക്കെ പോകുന്ന സുട്ടു എന്ന് പറയുന്നൊരു പിന്നെ നായയെ കൂടി പെർഫോം ചെയ്യിക്കുന്ന പറയുന്ന സംഗതി. ശരിക്ക് ഈ പറയുന്നൊരു കോൺസെപ്റ്റും ഇതും സെറ്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായും ദിലീഷ് പോത്തൻ്റെ കൂടെയാണ് അസിസ്റ്റൻ്റായും അസോസിയേറ്റ് ആയിട്ടും ചീഫൊക്കെ ആയിട്ട് മാറിയിട്ടുള്ളൊരു ജേർണി ഉണ്ടാകുന്നത്. രാജേഷിനെ പോലുള്ള ഒരാൾക്ക് എന്തായാലും ഈ പറയുന്ന മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ആക്ടേഴ്സ് ഓക്കെയാണ്, എളുപ്പം അവരെ കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഈ പറയുന്ന ഇത്രയേറെ പുതുമുഖങ്ങൾ, അവരെ സംബന്ധിച്ചോളം അവരെല്ലാം അതിഗംഭീര പെർഫോമേഴ്സുമാണ്. നമ്മൾ അവരെ ആരെയും തന്നെ ഈ പറഞ്ഞ ഇവരുടെ ആദ്യത്തെ സിനിമയാണല്ലോ, ഈ പറയുന്ന പിഴവുകളുണ്ടല്ലോ കുറവുകളുണ്ടല്ലോ എന്ന് തോന്നാത്ത വിധത്തിലാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. അത് ഞാൻ അവിടെ ഒരു അനദർ ചാലഞ്ച് ആണല്ലോ ഒരു പുതുമുഖ സംവിധായകൻ ഏറ്റെടുക്കുന്നത്. അതെനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ കാസർഗോഡ് നിന്നൊക്കെ വരുന്നതല്ലേ, അപ്പം എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഭയങ്കര ചാൻസ് വളരെ കുറവാണ്. അപ്പം നമ്മള് പിന്നെ സിനിമ കാണുന്നത് കാസറ്റിലും ഒക്കെ ആയിട്ടാണ് കുറച്ചധികം കണ്ടിട്ടുള്ളത്. പിന്നെ ഈ ഫാൻ ഫൈറ്റ് പരിപാടികളൊന്നും എനിക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 7ാം ക്ലാസ് തൊട്ട് നാടകം കളിച്ചു തുടങ്ങി. അപ്പോൾ 8ാം ക്ലാസ്സിലെത്തുമ്പോൾ ഞങ്ങൾ സൺഡേ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സ്ഥാപനമുണ്ട്, 8, 9, 10 ഒക്കെ ആകുമ്പോഴേക്കും. അപ്പം അവിടുന്ന് നമുക്ക് ചിൽഡ്രൻസ് ഓഫ് ഹെവനൊക്കെ കണ്ട് തുടങ്ങുന്നു. അപ്പോൾ സിനിമ ചിൽഡ്രൻസ് ഓഫ് ഹെവൻ കണ്ടിട്ട് കുറേ ദിവസം അതിൻ്റെ വിഷമം ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുക, അത് മറക്കുന്നേ ഇല്ല സിനിമ. നമ്മൾ ഇതുവരെ കാണാത്തൊരു കാഴ്ചയും ആ വിഷമവും നമുക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, അതിലാണ് ഞാൻ കൂടുതൽ വ്യക്തിപരമായ വിഷമമായി മാറുക, വ്യക്തിപരമായിട്ട് വിഷമമായി. പ്രശ്നം അതാ. അപ്പോൾ അതിന് ഈ സ്റ്റാറുകളൊന്നും വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു അങ്ങനെ ഒരു കാഴ്ച അടിസ്ഥാനപരമായിട്ട് എൻ്റെ സിനിമാ കാഴ്ചയിലുണ്ട്. അത് അറിയാതെ വന്നതല്ല. അപ്പൊ എനിക്കിപ്പോഴും സിനിമ പറയുമ്പോൾ ഒരു പുതിയ ഒരു സ്ട്രക്ചറിൽ, ഒരു പുതിയ വേൾഡിൽ, പുതിയൊരു ആൾക്കാർ, നമ്മൾ ഈ ലോക സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകത ഒരു ഇഷ്ടം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫിക്ഷണൽ ആയിട്ടുള്ള സ്ഥലത്ത്, അതൊക്കെ റിയലിസ്റ്റിക് ആണ്, അവരുടെ റിയലിസ്റ്റിക് സിനിമയാണ്, പക്ഷെ നമുക്കതൊരു ഫിക്ഷൻ ആണല്ലോ. അപ്പൊ എന്റെ കാഴ്ച അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ആ ഫിക്ഷനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രീതിയിൽ ഒരു കഥ പറഞ്ഞു പോകുന്നത്, അതിന് പുതിയ ആൾക്കാർ വളരെ നിർബന്ധമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ള ഏറ്റവും ഞാൻ പഠിച്ചിട്ടുള്ള, ഞാൻ എൻ്റെ പോത്തൻ്റെ കൂടെയാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. പോത്തൻ എങ്ങനെയാണ് തൊണ്ടി മുതല് പോലീസുകാരെ കാസ്റ്റ് ചെയ്യാന്ന് ഒരു ദിവസം വന്നിട്ട് പറയുന്നത്, അതെനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല ആ ദിവസം. നമുക്ക് പോലീസുകാരെ തന്നെ കാസ്റ്റ് ചെയ്യാം. അന്ന് ഇപ്പോ അത് ഓക്കെയാണ്, ഇന്ന് ചിന്തിക്കുമ്പോൾ അന്നത് ഓക്കേ അല്ല. എങ്ങനെയാണ് പോലീസുകാരെ കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്, എന്താണ് ഈ പോത്തണം പറയുന്നതെന്ന് വിചാരിച്ചു നമ്മളന്ന്. പിന്നെ അത് പ്രാവർത്തികമായി. ആ പ്രാവർത്തികമായത് ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോഴും നേരിട്ട് കണ്ടിട്ടുള്ള ഭയങ്കര അത്ഭുതങ്ങളിലൊന്ന് തൊണ്ടി മുതലിന്റെ എക്സിക്യൂഷനാണ്. കാസ്റ്റിംഗ് മുതൽ എക്സിക്യൂഷൻ വരെയുള്ള ആ പീരീഡാണ് സിനിമയിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഭയങ്കര അത്ഭുതം ഞാൻ വിചാരിക്കുന്നത്. അത് സാധിക്കുമെങ്കിൽ ഇത് വളരെ എളുപ്പം സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയത്തിലായി കഴിഞ്ഞാലും എന്നാത്താൻ കേസുകളിലായി കഴിഞ്ഞാലും എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് കിട്ടി. അതിന്റെ തുടർച്ച മാത്രമാണ് ഇത്. അതുകൊണ്ട്
ഇത് എന്നിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് ആൾക്കാർക്ക്. ആ. പിന്നെ ഇതില് കുറച്ചും കൂടി നമ്മള് എന്നാത്തൻ കേസുകളിലായി കഴിഞ്ഞാലും തിങ്കളാഴ്ച വെളിച്ചത്തിലായി കഴിഞ്ഞാലും നമുക്ക് അഭിനയ പരിചയമുള്ള അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ കുറച്ച് പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇതില് നമ്മള് കുറച്ചും കൂടി ഒന്ന് പിന്നെ അതിനെയും കുറച്ചും കൂടി ഒന്ന് പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. തിയേറ്റർ പെർഫോമൻസ് അല്ല കൂടുതൽ ഇതില്. കുറച്ച് തിയേറ്റർ പെർഫോമൻസ് ഉണ്ട്. ആ. സ്കൂൾ ഓഫ് ഡ്രാമയിലെ കുറച്ച് ആ. ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അല്ലാതെ കുറെ ചേച്ചിമാരൊക്കെ തൊഴിലുറപ്പിന്റെ അടുത്ത് നിന്നൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന ചേച്ചിമാരാണ്. അവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ സിനിമ പരിചയമൊന്നും ഇല്ലാത്ത. അത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നത് അന്നത്തെ ദിവസ വരുമാനം പരിപാടി വെച്ചിട്ട് അങ്ങനെ പോയിട്ടുള്ള ചേച്ചിമാരുണ്ട്. പിന്നെ പലതരം ജോലികൾ ചെയ്യുന്ന ചേച്ചിമാരാണ്. ഇവരൊന്നും ഇവരെ കാസ്റ്റ് ചെയ്ത പ്രോസസ്സ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ആ കൊല്ലങ്കോട് ഒരു പിന്നെ നെന്മേനി ഒരു ആശ്രമത്തിലാണ് നമ്മളുടെ താമസിച്ചിട്ട് കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പൊ നാട്ടിലെ കുറെ ആൾക്കാർ അതിലൂടെ നമ്മൾ പാട്ടും പാടി പിന്നെ തെരുവിലൂടെയൊക്കെ പോയിട്ടാണ് ഈ കാസ്റ്റിംഗ് ആൾക്കാരെ അറിയിച്ചത് ഇങ്ങനെ ഒരു സിനിമ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഇപ്പൊ നോട്ടീസൊക്കെ കൊടുത്തു. ചില ആൾക്കാരൊക്കെ വന്നു. കുറെ ആൾക്കാർ വന്ന് അങ്ങനെ ഇങ്ങനെ ദിവസം കൂടുന്തോറും ആൾക്കാരെല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചേട്ടൻ പിന്നെ എന്താ നമ്മുടെ അതിൽ ജയന്തി ചേച്ചിയുണ്ട്. ജയന്തി ചേച്ചിയുടെ ഭർത്താവ് നേരെ വീട്ടിൽ പോയിട്ട് നീ മാത്രം എന്താണ് ഓഡിഷന് പോകാത്തെ? എന്നെ അവിടെ എല്ലാവരും പോയല്ലോ. അപ്പോൾ ആൾക്കാർ എന്നെ കുറിച്ചിട്ട് എന്ത് വിചാരിക്കും? വാ ഇന്ന് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് രാത്രി ജോലിയും കഴിഞ്ഞ് വന്നിട്ട് നേരെ ഓഡിഷന് കൊണ്ടുവന്ന. അങ്ങനെയാണ് ഓരോ ചേച്ചിമാരും എല്ലാവരും അതിൽ കുറേ ചേട്ടന്മാര് എല്ലാവരും ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അത് കുറച്ചും കൂടി റോ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെ പെർഫോം ചെയ്യിപ്പിക്കുക എളുപ്പമായിരുന്നില്ല. ശരിക്കും ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും പാടുള്ള കാര്യം എന്റെ സിനിമയിലെ ആക്ടേഴ്സിനെ പെർഫോം ചെയ്യിപ്പിക്കുക തന്നെയായിരുന്നു. അത് ഇപ്പൊ ഞാൻ അവര് ഭയങ്കര നമ്മുടെ കൂടെ നിൽക്കും. ഭയങ്കര എന്റെ സ്വന്തം ആൾക്കാരാണ് അവര്. അങ്ങനെ ആയി മാറി. അതുകൊണ്ട് അവര് ഞാനിപ്പോ എന്തെങ്കിലും ചേച്ചി അങ്ങനെയല്ല എന്ന് പറയുമ്പോ അയ്യോ എന്ന് പറഞ്ഞിട്ട് മറ്റേ അവിടെ പോയിരുന്നിട്ട് വിഷമിച്ചിട്ടൊക്കെ തിരിച്ചു വരണം അടുത്ത ടേക്ക് എടുക്കാൻ. നമ്മൾ ബുദ്ധിമുട്ടിലായല്ലോ. അങ്ങനെ വിചാരിക്കുള്ളൂ. ഇതില് പറയില്ലേ ഇപ്പം ഞാൻ രാജേഷിനോട് ഷൂട്ട് എന്തായെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടെടുത്തത് കുറെ പുതിയ ആളുകളുണ്ട്. അതില് നായുണ്ട്, പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഇവരെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പശ്ചാത്തല സൃഷ്ടിയിൽ ഒരു പശ്ചാത്തലത്തിൽ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കാം ഈ പറഞ്ഞത്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സ്റ്റോറി വേൾഡ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പെർഫോമേഴ്സ് ആണ്. ഇതിൽ എല്ലാവരും ആക്ടേഴ്സ് ആണ്. ഇവരെല്ലാം പെർഫോം ചെയ്യണം. ഈ പെർഫോമൻസിന്റെ റിയലിസം അല്ലെങ്കിൽ അതിന്റെ അബ്സേർഡ് അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്ട് ആ പ്ലേയിലാണ് എൻ്റയർ നെഗറ്റീവ് വർക്കാവുന്നത്. അത് പക്ഷേ അതൊരിക്കലും മുമ്പ് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ഈ കാസ്റ്റിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും മൃഗങ്ങളെ ഒന്നിച്ചൊരു സിനിമയിൽ കൃത്യമായി സന്നിവേശിപ്പിച്ചിട്ട് അവരുടെ പെർഫോമൻസ് എൻഷുർ ചെയ്തിട്ടത് അത് രാജേഷിന് ആദ്യമായിട്ടാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അത് ആക്ച്വലി ആ തോട്ടില് രവി ഭയങ്കര മൃഗസ്നേഹിയാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു യാത്രയിലുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കഥ പറഞ്ഞ് ഒരുമിച്ച് സിനിമയ്ക്ക് വേണ്ടി ജോലിയൊക്കെ വിട്ട് വന്നവരാണ്. അപ്പം ഈ തോട്ട് ഉണ്ടായപ്പോൾ മുതൽ നമ്മൾ ഇതിങ്ങനെ തന്നെയാണ് ആലോചിക്കുന്നത്. നമുക്കൊരു പൊളിറ്റിക്സ് വേണം, നമുക്ക് പറയാനുള്ള ഒരു കാര്യം വേണം. ആദ്യത്തെ സിനിമയാണ്. നമുക്ക് എന്താണ് കണ്ടന്റ്ഫുൾ ആയിട്ട് തോന്നുന്നത്, നമുക്ക് ഇപ്പൊ പറയാൻ തോന്നുന്നത്, ഇപ്പോഴത്തെ ഒരു കാര്യം പറയാൻ തോന്നുന്നത്, അത് നമ്മൾ കണ്ടന്റ്ഫുൾ ആയിട്ട് പറയണം. അപ്പൊ നമുക്ക് പിന്നെ വിഭാഗങ്ങൾ വേണം, ക്ലാസ് വേണം. അപ്പോൾ ആ ക്ലാസ്സിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, പിന്നെ നമ്മൾക്കുള്ള ഈ പിന്നെ ഈ രവിയുടെ മൃഗസ്നേഹം പരിപാടികളുണ്ട് ഇതില്. അതൊക്കെ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു നാരേറ്റീവ് സ്ട്രക്ചറിലേക്ക് വന്നതാണ്. പിന്നെ ഞങ്ങൾ ഈ സുട്ടുവിനെയൊക്കെ എങ്ങനെ ഉപയോഗിക്കണം ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ അറിയാവുന്ന, അവനെ ട്രെയിൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വേണം എന്തായാലും. പിന്നെ ബാക്കി എങ്ങനെ നമ്മൾ ടെക്നിക്കലി ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാം എന്നുള്ളത് അറിയായിരുന്നു. അതിപ്പോ മേക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും നിന്നിട്ട് ഓപ്പോസിറ്റ് നിന്ന് ചാടുമായിരിക്കും മറ്റേ സുട്ടുവിന്റെ ഓരോ പെർഫോമൻസ് ഏരിയയിലും. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അത് അവരുടെ താളത്തിൽ റിയാക്ഷൻസ് കൊടുക്കുന്നത് ഭയങ്കര രസമായിരുന്നു. ഈ വീട്ടിലേക്ക് ആളുകൾ വരുന്ന സമയത്ത് റിയാക്ഷൻ ചേഞ്ച് ചെയ്യുന്നതൊക്കെ. അപ്പൊ ഞാൻ പറയുന്നത് ഇത് നമ്മൾ എയുടെ കാലത്ത് അല്ലെങ്കിൽ CG ഒക്കെ ഭയങ്കര സാധ്യത ഉപയോഗിക്കുന്ന കാലത്ത് നമ്മൾ ഇതിന്റെ റിയലിസ്റ്റിക് അപ്രോച്ച് ഇതിലേക്ക് വരുത്തുന്നു എന്നുള്ളത്. അതെ, അത് തൗഫിക്ക് എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ സുട്ടുവിന് ഒരു പുരിക ഇട്ട് കൊടുത്തോ, നമുക്ക് കണ്ണിനെ വർക്ക് ചെയ്യാം റിയാക്ഷൻ. എഗ് വെയിറ്റിലെ തൗഫിക്ക്. അപ്പൊ പക്ഷെ സബിൻ ഇതിന് വേണ്ടി തയ്യാറായിട്ട് വന്നതാ.
അവൻ ഈ വർഷങ്ങളോളം കാത്തിരിക്കാം അവൻ ആ റിയാക്ഷൻ ഇടുന്നവരെ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ DOP ആ, സബിൻ കാത്തിരിക്കാം എന്ന് പറഞ്ഞിട്ട് വന്നത്. അവൻ ആ ഷോൾഡറിൽ പിന്നെ ഇതും വെച്ചിട്ട് നിൽക്കുമായിരുന്നു. ഉം, 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 നോക്കാം അത് വരുന്നവരെ ഇരിക്കാം എന്ന് ഉം, പറഞ്ഞിട്ട്. ഉം, ഉം. അങ്ങനെ പിന്നെ സുട്ടുവിന് അങ്ങനെ കുറച്ച് സമയത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അവൈലബിൾ ആവുള്ളൂ. അതെ ക്ഷമയോടെ പെർഫോമറായി കുറച്ച് സമയം നമുക്ക് തരും. അതെ അതെ അതെ. അപ്പൊ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വേണം ഇതിനെ ഷൂട്ട് ചെയ്യാൻ. പക്ഷെ അത് ഈ ടെക്നീഷ്യന്മാരുടെ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെയും കൂടെ അവരുടെ പേഷ്യൻസും അവരുടെ അവരുടെ അതിനുള്ള ആ ക്രിയേറ്റീവ് പാർട്ടിൽ അവരുടെ ഒരു ഇഷ്ടം ഭയങ്കരമായിട്ട് അത് എന്നെ വിശ്വസിച്ചു എല്ലാരും. ഇതിങ്ങനെ ഒരു സിനിമയാണ്, അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് അങ്ങനെ ഇങ്ങനെ ഒരു കഥ പറയുമ്പോൾ അങ്ങനെ വിശ്വസിക്കാവുന്ന ഒരു ടീമിനെ കിട്ടുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. അതെ. പക്ഷെ ഇതെല്ലാവരും എൻ്റെ സ്വന്തം ആൾക്കാരാണ് എന്നുള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇതിങ്ങനെ വർക്കാവും എന്നുള്ളത് കൊണ്ട്. അപ്പൊ ആൾക്കാർ ആ പേഷ്യൻസ് കൊടുത്തു ആ സ്ട്രക്ചറിലേക്ക്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷം 170 സിനിമ വരുന്നു. അതിൽ തന്നെ ഒരു 200 crore 300 crore 100 crore എന്ന് പറയുന്ന അതിലേക്ക് എത്താവുന്ന സിനിമയാണോ എന്നുള്ളൊരു ആദ്യ ആലോചന പലതരം ചർച്ചകളിൽ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ വരുന്നിടത്താണ് ഒരു അടിമുടി പരീക്ഷണം. എന്നാൽ നമുക്ക് തിയേറ്ററിൽ കാണാം ഒരു തിയേറ്ററിക്കൽ സിനിമയുടെ വേഗം, താളം, മൂഡ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ പട്ടടയിൽ കയറിയാൽ അതിന് പുറത്ത് ചാടാത്ത വിധത്തിൽ, അതായത് ചുറ്റും അവിടുന്ന് വിടുമ്പോഴേ നമ്മളും വിടുള്ളൂ എന്നുള്ള മട്ടിൽ പിടിച്ചിരുത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ. പൊതുവെ ഈ എക്സ്പെരിമെന്റൽ സിനിമ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് സിനിമ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ക്ഷമ വേണം. നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് ആ സിനിമയുടെ ഒരു ആസ്വാദന തലത്തിലേക്ക് അത്ര ഒരു അങ്ങനെ ഒരു സംവേദനക്ഷമതയിൽ വേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ ഇതൊരു തിയേറ്ററിക്കൽ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ വേഗമാണ്. നമ്മൾ പറയുകയാണെങ്കിൽ ചമൻ ചാക്കോ എന്ന് പറയുന്ന നമ്മളുടെ ഇന്നത്തെ ഏറ്റവും ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള വീഡിയോ എഡിറ്ററുടെ പേസിനാണ് ഈ പടത്തിന്റെയും പേസ് എന്ന് പറയുന്നത്. അതായത് ചമനെ പോലത്തെ ഒരു എഡിറ്ററാണ് ഇതിലുള്ളത്. അങ്ങനെ ഒരു ഇത് ഈ സിനിമയുടെ ഫോമാറ്റിൽ അതിനൊരു വേഗവും താളവും വേണം. അങ്ങനെ ഒരു റിതം സെറ്റ് ചെയ്യണം. അങ്ങനെ എൻഗേജിങ് എന്റർടൈൻഡ് ആവണം എന്നുള്ളൊരു ഡിസിഷൻ തുടക്കം മുതൽ എടുത്തതാണ്. ഞാനൊരു കൊമേഴ്സ്യൽ സിനിമ പിന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. അപ്പോൾ ഞാനിവിടെ ജോലി ചെയ്തും കൂടി ജീവിക്കാൻ അങ്ങനെയുള്ള കാഴ്ചപ്പാട് തന്നെയാണ് പിന്നെ സിനിമ ചെയ്യുന്നത്. ഇപ്പോൾ അടൂർ സാറ് പറഞ്ഞ പോലെ നമ്മൾ സിനിമ കാണാൻ ആൾക്കാരെ പഠിപ്പിക്കണമല്ലോ. നമ്മൾ ഏറ്റവും പുതിയ കണ്ടന്റ്, പുതിയ നരേറ്റീവ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നരേറ്റീവിനെ കുറിച്ചിട്ട്, ആ വിഷ്വൽ ലാംഗ്വേജിനെ കുറിച്ചിട്ട് ആൾക്കാർക്കൊരു ബോധം വേണ്ടേ. ഞാൻ അതിൽ നിന്ന് കണക്ട് ചെയ്യാതിരിക്കരുത് എന്നുള്ളത് മനഃപൂർവ്വം ശ്രമിച്ചിരുന്നു. ആൾക്കാർക്ക് മനസ്സിലാകാവുന്ന ഒരു പേസിൽ, ഒരു വേഗത്തിൽ എന്നാൽ നമുക്ക് പറയാനുള്ളത് എങ്ങനെ പറയുക എന്നുള്ളത്. അതിന് മനഃപൂർവ്വമാണ് ഞാൻ ഇത് തിയേറ്ററിന് വേണ്ടി തന്നെ ചെയ്യണം എന്നുള്ള ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അല്ലാത്തൊരു സിനിമ പിന്നെ ഇപ്പം എല്ലാവരും പറയും ഈ സിനിമക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് നരേറ്റീവ്. അങ്ങനെയല്ല. ഈ കഥ ഇങ്ങനെ അല്ലാതെയും പറയാം. അല്ല, ഞാൻ ഈ സ്ട്രക്ചർ ഞാൻ തെരഞ്ഞെടുത്തതാണ്. ഇങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ എന്നുള്ളത്. അത് ഞങ്ങൾക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ഒരു ആലോചനയാണ്. നമ്മൾ എവിടത്തേക്കാണ് സിനിമ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്നുള്ള കുറിച്ചിന് നമുക്ക് ബോധം വേണം എന്നുള്ളത്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ദിലീഷ് പോത്തൻ്റെയൊക്കെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ അതിനെക്കുറിച്ച് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ പിന്നെ ഓഫ് ബീറ്റ് ആയി പോയതിനെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ഈ ചമൻ ചാക്കോവും അതിൽ വന്നത് അവൻ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളാണ്. അവൻ ഭയങ്കര പുതിയ ആളും അവൻ കൊമേഴ്സ്യലി അത്രയും ഹിറ്റും ആയതുകൊണ്ട് അവന് വരുന്ന സിനിമകളൊക്കെ അങ്ങനെയുള്ള സിനിമകളാണെന്നുള്ളൂ. അപ്പോൾ ഈ സിനിമ എത്തിയപ്പോൾ ചമ്മന് ഭയങ്കര ഇഷ്ടമായിരുന്നു വർക്ക് ചെയ്യാൻ. അവൻ ഇതിന് വേണ്ടി അങ്ങനെ എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ അധികം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ സ്ട്രക്ചർ ഇങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ ഒരു പേസ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് ചമന് കൊടുത്തിരുന്നു. പിന്നെ ഞാൻ അധികം ഇടപെട്ടിട്ടില്ല സിനിമയിലേക്ക്. അവൻ ഓരോരോ ദിവസം വന്നിട്ട് ചെറിയ സാധനങ്ങൾ കാണിക്കും. എനിക്ക് ചില കാര്യങ്ങൾ മാത്രം അവനോട് മറ്റേ അഭിപ്രായമൊക്കെ പറയേണ്ടി വരാവുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവൻ അങ്ങനെ സിനിമ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ അവൻ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ട്രെയിലർ കാണുമ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവും. അത് അവൻ അങ്ങനെയാണ് ആ സിനിമേനെ കണ്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിലങ്ങനെ മനസ്സിലാക്കാൻ പാടുള്ളതായിട്ടുള്ള ഒന്നുമില്ലല്ലോ. പക്ഷെ ഇതിന്റെ ഒരു സ്ട്രക്ചറിൽ കൊടുക്കുന്ന ഒരു രീതിയാണ് ഇതിന്റെ വ്യത്യാസമുള്ള കാര്യം. അത് പക്ഷെ അവൻ നന്നായിട്ട്, എൻ്റെ ടെക്നീഷ്യന്മാരെല്ലാവരും ഈ സിനിമേനെ അറിഞ്ഞ് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന്. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഗ്രാമീണത, നമ്മുടെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ സിനിമ വരുമ്പോൾ നമ്മളൊരു കാരിക്കേച്ചർ സ്വഭാവത്തിലേക്ക് നാഥ്പലേരിയും സത്യനന്ദിക്കാടും ശ്രീനിവാസനും അങ്ങനെ പലരും ചെയ്ത പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഒരു ഗ്രാമീണത എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാമീണതയെ
ഒന്നുകിൽ നൊസ്റ്റാൾജിയക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ നമ്മൾ സത്യനന്ദിക്കാട് അടക്കമുള്ള കമൽ സാർ അടക്കമുള്ള പടങ്ങളുടെ റീക്രിയേഷനാണ് നോക്കുന്നത്. അതെ. പുതിയ കാലത്തെ ഗ്രാമം, പുതിയ കാലത്തെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. സിനിമയിൽ കണ്ട ഗ്രാമത്തെ പുനരവതരിപ്പിക്കാനാണ് അതെ. ശ്രമിക്കുന്നുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്തെങ്കിലും തരത്തിലൊരു പരിഹാസ്യതയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളുടെ ഒരു പിന്നെ ഇതൊന്നും ഇല്ലാത്ത അതിനകത്ത് നിന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര അതിന്റെ തനിമയുണ്ട്, തനി നാടനുമാണെന്നുള്ളതാണ് ഇതിന്റെ ഒരു 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 എന്താ പറയുക, ഇതിന്റെ ഒരു ഫോക്ക് എലമെന്റ്. അതേസമയം തന്നെ ഇതിനകത്തുള്ള ഒരു ഭയങ്കര റൂറൽ, അത് അങ്ങനെ ഒരു കാരിക്കേച്ചർ സ്വഭാവത്തിലും അല്ല ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു ഒരു നാടിനെ നാടനായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അതെന്താ അതിന്റെ ഒരു ഞാൻ ഐഡിയ? അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബന്ധുക്കളൊക്കെ തന്നെയാണ് എൻ്റെ റെഫറൻസ് പോയിന്റുകൾ. അപ്പോൾ എനിക്ക് അങ്ങനെ പരിഹസിക്കാൻ പറ്റില്ല. കാരണം അത് എന്നെ പരിഹസിക്കുന്നതിൻ്റെ അത് ടോട്ടലി അതിനൊരു പരിഹാസം കൊടുത്തിട്ടുണ്ട് ആ സിനിമയ്ക്ക് മൊത്തത്തിൽ. അതെ, അല്ലാതെ സറ്റയർ, സറ്റയർ സോഷ്യൽ സറ്റയർ ആംഗിൾ എന്നുള്ള രീതിയിൽ. അല്ലാതെ ഈ ആൾക്കാരെ ഒന്നും അങ്ങനെ പരിഹസിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ വളരെ അടുത്ത ആൾക്കാരൊക്കെയാണ് അതിലെ ക്യാരക്ടേഴ്സൊക്കെ. ഇപ്പോൾ പെർഫോം ചെയ്ത് വരുന്ന രീതിയിൽ ഞാൻ എവിടെയെങ്കിലും ഒരു റെഫറൻസ് പോയിന്റ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും, എൻ്റെ ബന്ധുക്കൾക്കൊക്കെ മനസ്സിലാവും ഇത് ആരാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ. അതിപ്പോ കാസർഗോഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിസിബിൾ ആയേനെ. അതുകൊണ്ടാണ് പാലക്കാടേക്ക്. അതുകൊണ്ടും കൂടിയല്ല, ഇപ്പൊ കാസർഗോഡ് സിനിമകൾ ഇങ്ങനെ വന്നിട്ട് കുറച്ച് സിനിമകൾ വന്നിട്ട് ഈ കാസർഗോഡൻ സിനിമ എന്നുള്ളൊരു ലേബൽ ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡിന്റെ ഭാഷേനെ ആൾക്കാരൊന്ന് പരിചയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ബാധ്യതയാവും ഈ സിനിമയ്ക്ക്. ഈ സിനിമ മറ്റേ ഇപ്പൊ പാലക്കാടിന്റെ സിനിമയല്ലല്ലോ, ഇത് പട്ടടയുടെ സിനിമയാണ്. അപ്പൊ ഇതെനിക്ക് കാസർഗോഡിലോ എവിടെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഒരു സാങ്കല്പിക ദേശം എന്നുള്ളത് കാസർഗോഡ് ഈ പറയുന്ന ടെറൈൻ ഒരു ബാധ്യതയാവില്ല. എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാസർഗോഡായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളത് കൊല്ലങ്കോട് പ്രദേശത്തെ പാലക്കാട് വശത്താണ്. പിന്നെ ആ നാടിന്റെ ഭാഷയിൽ ചില സമയത്ത് റാവുത്തർ ഭാഷയൊക്കെ ഉണ്ട് അതിൽ, നമ്മളെ ഗസാക്കിലൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഷയൊക്കെ. അതൊക്കെ അവർ ഭയങ്കര വെള്ളം പോലെ ഉപയോഗിക്കുന്ന ഭാഷയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു ഫിക്ഷണൽ സ്വഭാവം തോന്നാറുണ്ട് അവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ. അവരുടെ പിന്നെ ഇപ്പൊ ഒരു തലയാട്ടലിന് ഒരു സ്വഭാവമുണ്ട്. ഇങ്ങനെ പല സാധനങ്ങൾക്ക് അവരുടേതായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്. ഭയങ്കര ഭയങ്കര റോ ആയിട്ടുള്ള അവരുടെ മാത്രമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. അപ്പൊ എനിക്കതിനെ കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നിട്ടുള്ളത്. എനിക്ക് പിന്നെ അതെ, ബന്ധുക്കളൊന്നും അങ്ങനെ കണ്ടിട്ട് മനസ്സിലാക്കാതിരിക്കട്ടെ ഒരു കാര്യം ഇവിടെ ഉണ്ടല്ലോ. ഇപ്പം KG ജോർജിന്റെ സിനിമാ അധ്യാപനത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ കോലങ്ങൾ എന്ന് പറയുന്ന സിനിമയ്ക്കുള്ള ഒരു ഗംഭീര സിനിമാറ്റിക് ട്രിബ്യൂട്ട് ഉണ്ട് ഇതിനകത്ത്. എനിക്ക് തോന്നിയത് കോലങ്ങളാണ് എനിക്ക് അങ്ങനെ പെട്ടെന്ന്. ഇപ്പം നമ്മൾ പഞ്ചവടിപ്പാലം പോലത്തുള്ള ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു സറ്റേറിക്കൽ, നമ്മുടെ എല്ലാ കാലത്തെയും ശക്തമായ ഒരു സറ്റേറിക്കൽ ഭാഷയുണ്ട്. എന്നാൽ പോലും കോലങ്ങളിലൊക്കെ പറഞ്ഞ ഒരു തരം തീക്ഷ്ണത. ഇപ്പം അവിടുത്തെ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരെങ്ങനെയാവും എന്ന് പറയാൻ പറ്റാത്ത വിധത്തിലൊരു അൺപ്രഡിക്റ്റബിലിറ്റി. സിനിമയിലാണ് നമ്മൾ ഇയാൾ കുറെ കഴിയുമ്പം ഇങ്ങനെ ഒരു ചതിയനാവും, ഇയാൾ ഇങ്ങനെയാകുമ്പോൾ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രവചനാത്മകതയുണ്ട്. ഇതിൽ അങ്ങനെയില്ല. ഇതിൽ ഈ പറഞ്ഞ ശരീരമാണെങ്കിൽ, ഞാൻ പറഞ്ഞത് ശരീരത്തിന്റെ തെരഞ്ഞെടുപ്പ്, ശരീരഭാഷയുടെ തെരഞ്ഞെടുപ്പ്, അതിലെല്ലാം വളരെ യുണീക്കായിട്ടാണ് പോയേക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ KG ജോസാറില്ല അങ്ങനെ ഒരു സാധനം കണ്ടിട്ടുള്ളത്. കാരണം വെച്ചാൽ അത് ആരെ കാസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതിൽ ഒരു ചോയ്സ് ഉണ്ടല്ലോ. ഞാനത് ഒരു പരിധി കഴിഞ്ഞ് റിവീൽ ചെയ്യുന്നില്ല, പടമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ ജോസാർ ഏതെങ്കിലും തരത്തിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആരാധനയായിട്ട് ഈ പടത്തിന്റെ കാര്യത്തിൽ മാറിയിട്ടുണ്ടോ? അല്ല, ജോർജ് സാറ് ഇതിങ്ങനെ കോലങ്ങൾ എന്നൊക്കെ പറയുന്നത് തന്നെ എനിക്ക് എത്രയോ വലിയ കാര്യമാണ്. പിന്നെ ജോർജ് സാർ എന്തായാലും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളെ ഞാൻ കാണുന്ന മലയാളത്തിലെ ഏറ്റവും ബഹുമാനിക്കുന്ന സംവിധായകനാണ് ജോർജ് സാർ. അപ്പൊ ജോർജ് സാറിന്റെ എല്ലാ സിനിമകളെയും നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ശരീരഭാഷ എന്നൊക്കെ പറയുന്നത് എനിക്ക് ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം അടികൂടി പിറ്റേ ദിവസം കരഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് പോകുന്ന എൻ്റെ ബന്ധുക്കളുടെ ആ ഡ്രാമ ഞാൻ റിയലി കണ്ടിട്ടുണ്ട്. ഡെയിലി ബേസിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറുപ്പകാലം നമുക്കുണ്ടായിരുന്നു. നമ്മൾ സിവിലൈസ്ഡ് ആയപ്പോൾ നമ്മളിങ്ങനെ പറയാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. നമ്മള് അത് പിന്നെ സംസാരിക്കണ്ട, അത് സംസാരിച്ചു കഴിഞ്ഞാൽ അലമ്പാവും എന്ന് വിചാരിക്കുന്ന കുറെ കാര്യങ്ങളെ അതിനാടകീയത ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പറഞ്ഞു തീർക്കുക എന്ന് വിചാരിക്കുന്ന ആ കുടുംബ സെറ്റപ്പിൽ ഞാൻ ജീവിച്ച് വളർന്നിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ റിയാലിറ്റി എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര സ്റ്റൈലൈസ്ഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോ
നമ്മൾ എഴുതി വെച്ച സിനിമാറ്റിക് ഡയലോഗുകൾ അല്ലാതെ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നോക്കി പിടിക്കാനാണ് ഞാനും രവിയും ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ എഴുതി വെച്ച ഡയലോഗുകളിലേക്ക് അവർ വരണമെന്നേ ഇല്ല എന്നുള്ള രീതിയിൽ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഡൈനാമിക്സ് അവരുടെ പിന്നെ അവരുണ്ടാക്കുന്ന അവരുടെ ഒറിജിനൽ സാധനത്തിലാണ് അത് ഉണ്ടാവുക. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും ബേസിക്കലി മൃഗങ്ങളുടെ ഒരു പരിച്ഛേദം മാത്രമാണല്ലോ. അപ്പൊ അതിനെ നമ്മള് നിരാകരിക്കരുത്, അതിനെ അങ്ങനെ തന്നെ കാണണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ളതെല്ലാം സിനിമയുടെ പ്രോസസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കണ്ട നമ്മൾ അത്ര സിവിലൈസ്ഡ് അല്ല. ഞങ്ങളെല്ലാവരും പട്ടടയിലെ മനുഷ്യന്മാര് എന്നാണ് ഞങ്ങളെ അപ്പ വിളിച്ചിരുന്നത്. അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു പെരുമാറിക്കൊണ്ടുണ്ടായിരുന്നത്. ഞങ്ങള് ക്രൂ മൊത്തം എല്ലാവർക്കും കുറച്ച് വട്ട് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഈ ഒരു എക്സെൻട്രിസിറ്റി ഞാൻ ഇതിലൊരു അബ്സേർഡ് എലമെന്റ് ഉണ്ട്, എന്നാൽ അതേസമയം തന്നെ ഈ പറഞ്ഞ വളരെ ലെയേർഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിന്റെ ഒരു എക്സിക്യൂഷനിൽ ഏറ്റവും വലിയ ടാസ്ക് എന്തായിരുന്നു ശരിക്കും ഈ ഒരു സിനിമ? ഞാൻ പറയുന്നത് ഇതിപ്പോ എന്തായാലും സിനിമ കണ്ടവർ കൂടി അതിനുശേഷം എടുത്ത് കാണേണ്ട ഒരു ഇന്റർവ്യൂ എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത്. ഒന്ന് പിന്നെ സുട്ടുവിനെ അഭിനയിപ്പിക്കാൻ പറയുന്നത്, പിന്നെ ഈ ഇത്രയും ആൾക്കാരെ അതില് ഒരു പ്രാവശ്യം അവര് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് നമ്മളതിനെ ഇതാണ് സീൻ എന്നുള്ളത് നമ്മൾ ഒന്ന് തീരുമാനിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവർ ആ ഡയലോഗ് പറയില്ല. നമ്മള് ഈ കൂട്ടിമുട്ടിച്ച് കൊണ്ടുപോകണം നമ്മള്. അത് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതങ്ങനെ ഇതിന്റെ കണ്ടിന്യൂറ്റി നമ്മൾ രണ്ടാമതും കൂടി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത്രയും കണ്ടിന്യൂറ്റിയോടുകൂടി അവർ പിന്നെ അഭിനയിക്കുന്ന നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. അതിൽ വളരെ കുറച്ച് ആൾക്കാരാണ് ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അതിനനുസരിച്ച് അവരുടെ പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് അവർക്കനുസരിച്ചിട്ട് ഞങ്ങള് പാകപ്പെടുക എന്നുള്ളതാണ്. അത്രേ നടക്കുള്ളൂ. നമ്മളിപ്പോഴും പറയില്ല, ഇപ്പൊ നമ്മളെപ്പോഴും ഒരു വൻ മാസ് പടത്തിനാണ് നമ്മൾ ഇത്ര ലൗഡർ, അതായത് മ്യൂസിക്കലി ഇങ്ങനെ ഹെവിനെസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെപ്പോഴും ഒരു മലയാളത്തിന്റെ ഏറ്റവും വലിയ മാസ് പടത്തിന്റെയാണ് ഈ സൗണ്ട് സ്കേപ്പ് ഇങ്ങനെ വരുന്നത്. ഇത് നോക്കുവാണെങ്കിൽ അങ്ങനെ മാസാണ് ശരിക്കും ഇതിന്റെ സൗണ്ട്. ഇതിന്റെ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ഇതിന്റെ BG ആണെങ്കിലും അതിനങ്ങനെയാണ്. അതായത് ഒരു അടിമുടി മാസാണ് ഈ പടത്തിന്റെ സ്ട്രക്ചർ. അത് ആ സൗണ്ട് പാർട്ട് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടാണ്. സൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. സൗണ്ടിന്റെ ആദ്യം മുതൽ ഇപ്പൊ നമ്മള് സിംഗിൾ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ശ്രീത്തിനോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര ലേപ്പലുണ്ടാവും, എങ്ങനെയാണ് നിങ്ങൾ ഈ സൗണ്ട് ചെയ്യാൻ പോകുന്നത്? അപ്പൊ ശ്രീത്തിനോട് ഞാൻ പറഞ്ഞു നമുക്കൊരു 40 പേരൊക്കെ ഒരുമിച്ച് വരുന്ന സീനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് പിന്നെ എല്ലാം വേണം, എല്ലാം റെക്കോർഡ് ചെയ്യും വേണം, പക്ഷെ നമുക്ക് എല്ലാം ഡിസൈനിലെല്ലാം വേണ്ട. അങ്ങനെ നമുക്ക് എങ്ങനെയാണ് സിനിമേനെ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഇത് വീട്ടിലേക്ക് കയറി വരുന്നൊരു അതാണ് നമ്മുടെ സിനിമയുടെ ടോട്ടൽ ആയിട്ടുണ്ടാവുന്ന ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് പോയിന്റ് സിനിമയുടെ. അപ്പൊ ആ പോയിന്റിലേക്ക് അല്ലാത്തതായിട്ടുള്ള ഒരു കൊറിയോഗ്രാഫി ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടാണ്, പക്ഷെ അതല്ലാതെ ആണത്. അത് ശ്രീജിത്തിന് എങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാം ഈ സിനിമയിൽ എന്നുള്ളതാണ്. ശ്രീജിത്ത് അതിനൊരു കോൺഫിഡൻസ്, അത് നമുക്ക് ചെയ്യാൻ എന്നിട്ട് നല്ല ബുദ്ധിമുട്ടി, നന്നായിട്ട് ബുദ്ധിമുട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. പക്ഷെ നമുക്ക് അധികം ഡബ്ബൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ശ്രീജിത്ത് അത് റെക്കോർഡ് ചെയ്തു. പിന്നെ ഡോൺ ഇതിന്റെ ആദ്യത്തെ പാർട്ട് മുതൽ സിനിമയിലുള്ളതാണ്. നമ്മുടെ കഥ തുടങ്ങുന്നത് മുതൽ ഡോൺ എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ ഡോൺ ഞങ്ങള് ഷൂട്ട് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ഞങ്ങളവിടെ കുറച്ച് പൊറാട്ടുകാരെയൊക്കെ നമ്മളെ സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ അവര് പാട്ട് പാടാൻ വന്നതാ അവസാനത്തെ ആഴ്ചയിൽ. ഒരു പൊറാട്ട് സംഘമാണ്. അപ്പോൾ അവര് വന്നിട്ട് പാട്ട് പാടിയിട്ട് പോയപ്പോൾ ആ സൗണ്ട് സ്കേപ്പിൽ നിന്ന് ഡോണൊന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ആ സൗണ്ട് സ്കേപ്പിൽ നിന്ന് ആക്ച്വലി പൊറാട്ട് നാടകമായിട്ട് നമ്മുടെ സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നമുക്ക് ആ സൗണ്ട് നമുക്ക് വേണമായിരുന്നു. അത് ആ നാടിന്റെ സൗണ്ടാ, അതാണ് നാടിന്റെ ഒറിജിനൽ സൗണ്ടാ. ആ നാടിന്റെ ഒറിജിനൽ സൗണ്ട് നമുക്ക് അങ്ങനെ പുറമേക്കുള്ള ആ ഫോക്ക് നമ്മൾ അങ്ങനെ പുറമേക്ക് കേട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിന് നമ്മൾ എടുത്തു അങ്ങ്. പിന്നെ അവരുടെയൊക്കെ ശബ്ദം ഭയങ്കര പെക്യൂലിയർ ആണ്. ഒരു രസമുള്ള സൗണ്ടുകളാണ് എല്ലാവരുടെയും, പൊറാട്ട് കളിക്കുന്നവരുടെ. കാരണം അവർ അത്രയും ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ശബ്ദവും ഭയങ്കര വേറെ വേരിയേഷനിലുള്ള സൗണ്ടുകളാണ്. ആ ശബ്ദങ്ങളൊക്കെ നമ്മളെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് പാട്ടിൽ. പിന്നെ അപ്പൊ ഡോൺ ഇതിന്റെ നമുക്ക് ഇതാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ പല
അതുപോലെ എന്ന് പറയാം, ഇതുപോലെ എന്നൊക്കെ പറയാം എന്നല്ലാണ്ട് റെഫറൻസ് കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക് എന്തെങ്കിലും. ഇപ്പൊ ഏതെങ്കിലും ഒരു പാട്ടിട്ടിട്ട് ഇതിന്റെ ഒരു ഫീല് വേണം, പക്ഷെ ഇതൊന്നും അല്ല സൗണ്ട് വേണ്ടത് എന്നൊക്കെ എനിക്ക് പറയാൻ ഞാൻ അറിയാം. വിചാരിച്ചു അതൊരു മ്യൂസിക്കൽ റെഫറൻസിൽ പറയാൻ പറ്റാത്ത എന്നാൽ ഭയങ്കര യൂണിക്. നമ്മൾ സിനിമ കണ്ടാൽ നമ്മുടെ പിന്നീട് ആ സിനിമയുടെ തന്നെ ആ സിനിമയുടെ തീം മ്യൂസിക് ആയി മാറുന്ന ഒരു അതെ, സംഗതിയാണ്. അതെ. അത് അത് അതിന് ഡോൺ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളൊരു 2 പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് അതിനെ മാറ്റി പിന്നെയും ചെയ്തതാ. ഇപ്പള്ള സ്ട്രക്ചറിലേക്ക് എത്തിയത്. ഇപ്പൊ ഞങ്ങള് പിന്നെ മനീഷേട്ടൻ പിന്നെ കണ്ട സ്ഥാനത്ത് നിന്ന് കുറച്ചും കൂടി ഞങ്ങള് ഒന്നും കൂടി ലൗഡ്നെസ് കുറച്ചിട്ടുണ്ട് ഇപ്പൊ ഫൈനൽ ഔട്ടില്. ലൗഡ് ആയിരിക്കണം എന്ന് ആദ്യമേ തീരുമാനിച്ചതാ. ലൗഡ് ആയിരിക്കണം. കാരണം ലൗഡാണ് നമ്മൾ പറയുന്ന കാര്യം. ലൗഡാണ്, തോട്ട് ലൗഡാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ലൗഡ് ആയിരിക്കണം. എല്ലാം ഓവർഡു ചെയ്യണം, ഓവർ ഡ്രാമാറ്റിക് ആയിരിക്കണം എന്നുള്ളത് ആദ്യത്തെ തീരുമാനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേഷൻ എത്തുന്ന ലെവലിലേക്ക് ആവോ എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ കൺസേൺ. പക്ഷെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും ആ ബാലൻസ് പിടിച്ചിട്ടുണ്ട്. സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് അതിപ്പോ മിക്സിങ് അടക്കം, വിപിൻ അടക്കം ഇതിലേക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോന്നും നോക്കി മാത്രമേ ചെയ്തിട്ടുള്ളൂ. എവിടെ എന്ത് ആണ് കേൾപ്പിക്കേണ്ടത്, എങ്ങനെ കേൾപ്പിക്കണം എന്നുള്ളത് ഭയങ്കര അതിൽ കുറേ ശബ്ദങ്ങളുണ്ട്. ഭയങ്കര വൈൽഡർ സൗണ്ടുകൾ നമ്മൾ ഇടയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ മ്യൂസിക്കിന്റെ ഇടയിൽ അങ്ങനെ പോകും. പക്ഷെ അതൊക്കെ കൂടിയാണ് ആ സിനിമയുടെ ഫീല് അങ്ങനെ എത്തിക്കുന്നത്. അത് ഡോണായിട്ട് ഈ ഇതിന്റെ ഓപ്പണിംഗിൽ നമ്മൾ ഭയങ്കര ഗംഭീരമായ ഓപ്പണിംഗിൽ ഈ സിനിമയുടെ എൻ്റെ ഡ്രാമയുടെ ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസമുള്ള രീതിയിൽ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സിനിമ എന്നുള്ള രീതിയിലുള്ള ഒരു ഫ്രീ ടെക്സ്റ്റ് ആയിട്ട് ഭയങ്കര രസമായിട്ട് കൊടുത്ത ഒരു സംഗതിയുണ്ട്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഒരു നെറേറ്റീവ് സ്ട്രക്ചറിൽ ഈ ഹിംസയും ഹാസ്യവും നമ്മുടെ വയലൻസ് ആൻഡ് ഇപ്പുറത്തെ ഹ്യൂമർ ഇതിനെ ബ്ലെൻഡ് ചെയ്യുക ഭയങ്കര ടഫാണല്ലോ. തീർച്ചയായിട്ടും ഇതിൽ ആ ടാസ്ക് ആണല്ലോ ഇതിലേക്ക് എടുത്തേക്കുന്നത്. എന്നാൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. വയലൻസ് ഉണ്ട്, ഹ്യൂമർ ഉണ്ട്. ഇതിനിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാണല്ലോ ചെയ്യുന്നത്. ഞങ്ങൾ മുമ്പൊരു വർക്ക് ചെയ്തു, ഞാനും രവിയൊക്കെ കൂടി ചെയ്ത. അപ്പം ഞങ്ങളൊരു ഭയങ്കര സീരിയസ് ആയിട്ട് ഇഷ്യൂവിനെ കുറച്ചൊന്ന് സ്റ്റൈലൈസ്ഡ് ചെയ്ത് കാണിച്ചു. സ്റ്റൈലൈസ്ഡ് ചെയ്തിട്ടുള്ള എഡിറ്റ് പാറ്റേണിൽ നമ്മൾ കാണിച്ചു. അപ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർ അതിനെ വിമർശിച്ചു. ഇത് അങ്ങനെയാണോ നിങ്ങൾ ഈ കാര്യത്തിനെ കാണുന്നതെന്ന് ചോദിച്ചു. നമ്മളത് ഇത് ആർട്ടും അത് വിഷയം എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ സമീപിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ കാണിച്ചത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഒന്ന് ചിന്തിപ്പിച്ചു നമ്മളെ. അങ്ങനെ ആ പറയുന്ന തോട്ട് ശരിയല്ലേ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഹിംസ പിന്നെ ഇത് ഹ്യൂമറും കൂടി ബ്ലെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് രണ്ടും കിട്ടണം എന്നുള്ളത് അതിൽ പിടിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതിന്റെ ബാലൻസിങ്ങിന് വേണ്ടി ഞങ്ങൾ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ തമാശ പറയുന്നത് തമാശയാണ്, പക്ഷെ ഇതിലേക്ക് ലീഡ് ചെയ്യണം എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നോക്കിയിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതിലിപ്പോ എല്ലാ കാണിക്കുന്ന തമാശകളും ഇതിങ്ങനെയാണല്ലോ ഞാൻ ഈ നാട്ടിലേക്ക് അടി കാണുന്നത് പോലെ തന്നെ കുടുംബക്കാരുടെയൊക്കെ അടി കാണുമ്പോ ഇന്ന് ഇവര് തല്ലിക്കൊന്ന് ചാവുന്ന ഞാൻ വിചാരിക്കുന്ന അന്ന് രാത്രിയൊക്കെയാണ് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പിന്നെ ഇങ്ങനെ കരഞ്ഞോണ്ടൊക്കെ നീ അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കൊരു ചിരി വരുമല്ലോ. നമുക്ക് ചിരി വരും. നമ്മൾ നേരെ ഓപ്പോസിറ്റിലേക്കാണല്ലോ പോകുന്നത്. അപ്പൊ ഇതുണ്ട് ഇതിന്റെ കൂട്ടത്തില്, മനുഷ്യന്മാരുടെ ഇടയില് ഇതുണ്ട് അതിനെ ഇങ്ങനെ കാണാൻ ചെയ്യാം. ആ സാധ്യതനെ ഒന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിനെ ഒട്ടും നോവിക്കാത്ത രീതിയിൽ ഹ്യൂമർ ഇതിൽ വരണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചെടുത്ത തീരുമാനം. പിന്നെ ഹ്യൂമറാണ് എന്റെ കയ്യിലും കൂടി എന്റെയും കൂടി ഇതായിരിക്കും. ഇപ്പൊ ഇതിൽ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇതില് ഇപ്പം പെണ്ണും പൊറാട്ടും എന്നുള്ള ടൈറ്റിൽ തന്നെ പെണ്ണുള്ളത് കൊണ്ട് പറയാം. അതിലങ്ങനെ ഒരു ഇപ്പം വളരെ ഫോഴ്സ്ഡ് ആയിട്ടൊരു ഫെമിനൈൻ നെറേറ്റീവ് സെറ്റ് ചെയ്യുന്നു. ഒരു സ്ത്രീപക്ഷമെന്നോ അല്ലെങ്കിൽ ഒരു സ്ത്രീകളിൽ കേന്ദ്രീകരിക്കും അങ്ങനെ ഒരു ആംഗിൾ അല്ല. പക്ഷെ എന്നാൽ സ്ലട്ട് ഷെയ്മിങ് ആണെങ്കിലും ഈ പറയുന്നൊരു ഗോസിപ്പിംഗ് എങ്ങനെയാണ്, ഒരു ബോഡി ഷെയ്മിങ് മുതൽ എങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയയുടെ കാലത്ത് പോലൊരു ബുള്ളിങ് സംഗതി, ഇതിനെല്ലാം ഈ പറയുന്ന ബോഡി ഷെയ്മിങ്ങിൻ്റെ, സ്ലട്ട് ഷെയ്മിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കേന്ദ്രീകരിച്ചൊരു നാട് മുഴുവൻ എങ്ങനെയാണ് ഒരു പൊതുബോധം നിർമ്മിച്ചെടുക്കേണ്ടത്, ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഇതൊന്നും ഈ നെറേറ്റീവിൽ ഫോഴ്സ്ഡ് അല്ല.
സ്വാഭാവികതയിൽ സംഘടിക്കുന്ന ഇതിലെല്ലാം ഇടകലർന്ന പോകുന്നത്. അതിൽ സ്ത്രീക്കും പുരുഷനും തുല്യ ഉത്തരവാദിത്തമോ ഭാഗ്യമായ ഉത്തരവാദിത്തം ഒക്കെ വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമയുടെ ഒരു പതിവ് സാധ്യതയുടെ പുറത്താണ് അതെല്ലാം ചെയ്തെടുത്തേക്കുന്നത്. അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അതെ, അത് നമ്മളങ്ങനെ ഒരു ഫെമിനിസ്റ്റ് സിനിമയല്ല ചെയ്യാൻ പോകുന്നതെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ. ഈ പെണ്ണും പൊറാട്ടും എന്ന് പറഞ്ഞ ടൈറ്റിൽ ഇതിലേക്ക് അവസാനമായിട്ട് വന്നതാ. എൻ്റെ സുഹൃത്ത് ബിനു കൊളിച്ചാൽ അപ്പൊ അവനാണ് ഈ പെണ്ണും പൊറാട്ടും എന്നുള്ള ടൈറ്റിൽ തന്നത്. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങളത് എടുത്തതാ ആക്ച്വലി. അത് വെച്ചിട്ട് നോക്കുമ്പോൾ ആൾക്കാർ ഈ പെണ്ണിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയായിരിക്കുമോ എന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ പുതിയതായിട്ടൊന്നും പറയാനില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഓൾറെഡി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഒക്കെ തന്നെയുള്ളൂ. നാട്ടിലുള്ളത് നാട്ടിൽ നടക്കുന്നത് ഓൾറെഡി ഇവിടെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ കറന്റ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ഒക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടുള്ള ഭയങ്കര കാര്യമായിട്ടുള്ള വിഷയങ്ങൾ അതവിടെ ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നാടാണ് കാണിക്കാനുള്ളത്. നാടിൻ്റെ ഇടയിൽ പിന്നെ ഒന്ന് പുറത്തേക്ക് ഇലക്ട്രിക് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നിരുന്ന ഒരു പെണ്ണ് എന്തുകൊണ്ട് പുറത്തേക്ക് പോയി വന്ന പെണ്ണാവുന്നു എന്നുള്ളത് കൊണ്ടാണ് പെണ്ണ് ഈ നാട് പൊറാട്ടും വന്നത്. ഈ ഇതിന്റെ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു കോർ ഏരിയയിലെ ഡ്രാമ, ഇപ്പം സുശീലിനൊക്കെ ആയിട്ട് കേന്ദ്രീകരിക്കുന്ന ഒരു കോർ ഡ്രാമ സെറ്റ് ചെയ്തെടുത്ത് അവിടെ എത്തുന്ന സമയത്ത് ഈ നെറേറ്റീവ് സ്ട്രക്ചറിൽ തന്നെ ഭയങ്കരമായിട്ടൊരു പ്ലേ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവരെ ഉൾക്കൊള്ളുന്ന സ്ഥലം, ഞാനത് കാണാനുള്ള ഒരു കൗതുകം നിലനിൽക്കട്ടെ എന്ന് വെച്ചാൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാതെ, അവിടെ നിങ്ങൾ ഒരേ സമയം തന്നെ തിയേറ്ററിന്റെ ഒരു ഗംഭീര സാധ്യതയെ, അതൊരു അബ്സേർഡ് എലമെന്റ് എന്നോ എന്താണ് ഒരു അബ്സ്ട്രാക്റ്റോ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഭയങ്കര ഒരു പ്ലേ, ഞാൻ പറഞ്ഞ ഭയങ്കര രസമുള്ള, നമ്മളാ ഒരു ഗ്രാൻഡ് ഫിനാലെ പോലത്തെ ഒരു മൊമെന്റിൽ ക്വാറിയുടെ സ്ഥലത്തും അങ്ങനെ വേറെ സ്ഥലത്ത് കാണുന്നുണ്ട്. പക്ഷെ ഇതിനൊരു കോർ ടൈമിൽ അതിന്റെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സിനിമയുടെ പതിവ് സങ്കേതമല്ല ഉപയോഗിക്കുന്നത്, കുറച്ചുകൂടി ഒരു തിയേറ്ററിന്റെ ഒരു സ്പേസിനെ ഉപയോഗിച്ച പോലെയാണല്ലോ ആ സ്ഥലത്ത് ഉപയോഗിച്ചത്. അതൊക്കെ അത് ആ സ്പേസിനെ സിനിമയിലേക്ക് ബ്ലെൻഡ് ചെയ്ത് സാധ്യത കൂടി ഉപയോഗിച്ചിട്ടില്ല അവിടെ. ഭയങ്കര ഓർഗാനിക് ആയിട്ട് വന്നതാണത്. ഇപ്പൊ നമ്മൾ ഈ വൈൽഡർനെസ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർഗാനിക് ആയിട്ട് വന്ന കാര്യമാണ്. പിന്നെ ഈ സുപ്പ എങ്ങനെയായിരിക്കും ഇതിനെ കാണുന്നത് നോക്കുമ്പോൾ, ഭാഷയൊന്നും ഇല്ലാത്ത അതിന് മനസ്സിലാവുന്ന ഒരു സ്ട്രക്ചറിൽ ഇതിനെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാഴ്ചയിൽ നിന്നാണ് POV എന്നാണ് അതിന്റെ തുടക്കം. ആ തുടങ്ങുന്നത് ജിബ്രീഷിന്റെ ഒരു തുടക്കം വരുന്നത്. പിന്നെ അത് നമ്മൾ പിന്നെ പ്രൊട്ടാഗണിസ്റ്റ് എന്നുള്ളൊരു സുട്ടുവിനെ പ്ലേസ് ചെയ്തതിന് ശേഷം പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അവരുടെ കാഴ്ചകളിലുള്ള ഒന്നായിട്ട് നമുക്ക് റീഡ് ചെയ്യപ്പെടാം എന്നുള്ളൊരു വിശ്വാസമാണ് അതിനെ അങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് ആക്കിയിട്ടുള്ളത്. എന്നാൽ മറ്റേ അത് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ബിൽഡ് വേണം എല്ലാ സീനിലും. അവിടത്തേക്ക് എത്തിക്കണം. നമ്മൾ ആ വൈൽഡർനെസ് കാണിച്ചിട്ട് നിർത്താൻ പാടുള്ളൂ എല്ലാറ്റിൻ്റെ എൻഡിൽ. കാരണം ഇതാണ് നമ്മളെ സിനിമയിൽ സംസാരിക്കേണ്ട വിഷയം എന്ന് നമ്മൾ തുടക്കം ടു ക്ലോഷർ പോലെ എന്ന് വിചാരിക്കുന്നു. അതിനെയാണ് മറ്റേ എന്താ ഒന്ന് വലിച്ച് കൊണ്ടുപോയി എല്ലായിടത്തേക്കും എത്തിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് ശ്രദ്ധിച്ചറിയാം, അങ്ങനെ തുടങ്ങുന്നതിന് മുമ്പെല്ലാം ഒരു മൃഗത്തിന്റെ ഒരു പിന്നെ ഷോട്ട് നമ്മൾ കാണിക്കും. അപ്പൊ അവരുടെ അതൊക്കെ പിന്നീടും കൂടെ ഓരോന്ന് കണ്ട് ചർച്ചയായി വരേണ്ട ഒരു സംഗതിയാണ്. ഇപ്പൊ ഈ രാജേഷിന്റെ ഒരു ജേണി ഉണ്ടല്ലോ, രാജേഷ് ഒന്നോ രണ്ടോ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, എന്നൊരു ജേണി ഉണ്ടല്ലോ, അതിലിപ്പോ ഒരു തനി നാടനായ ഒരു മനുഷ്യന്റെ കലർപ്പുണ്ട്, തിയേറ്ററിന്റെ പശ്ചാത്തലമുണ്ട്. പക്ഷെ കൂടുതൽ കാലം കൊച്ചിയിലാണ് നിൽക്കുന്നത് അല്ലെ? എല്ലാ ദൈനംദിന ജീവിതം, ജോലി, സിനിമ എല്ലാം കൊച്ചിയിൽ ചെന്നിട്ടാണ്. നാട് എന്ന് പറയുന്നത് ഒരു 25 വയസ്സ് വരെയൊക്കെ ജീവിച്ചൊരു സ്ഥലം മാത്രമാണല്ലോ. 22 വയസ്സ് വരെ ജീവിച്ച സ്ഥലമാണല്ലോ. പക്ഷെ ഇതിനെ അപ്പാടെ കൊണ്ടുവന്നിട്ട് അതിൽ ഒരു കാസ്റ്റിംഗ് വരുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ ഒരു കാസർഗോഡൻ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ, അത് സെന്നയാണെങ്കിലും രതീഷാണ് ആര് ചെയ്യുന്ന സമയത്താണെങ്കിലും അതിലേക്ക് കലർത്താൻ പറ്റുന്നത്. അതേസമയം തന്നെ പോത്തൻ ഒരു തൊണ്ടി മുതലായിട്ട് അവിടെ എത്തുമ്പോൾ അതിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ശരിക്കും വളരെ ചുരുങ്ങിയ കാലത്തുള്ള നാടാണല്ലോ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ. അതെങ്ങനെയാണ് ഈ ഒരു കൺവേർട്ട് ആവുന്നത് സിനിമയിലേക്ക് എത്തുമ്പോൾ? ഞാൻ ഈ നാട്ടുകാരൻ, എനിക്കിപ്പോഴും മറ്റേ കാസർഗോഡുകാരനല്ലാതെ എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ എന്താണ് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ എനിക്ക് തോന്നുന്നത്, ഞാൻ കാസർഗോഡുകാരൻ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ഇപ്പോഴും തെയ്യത്തിന് പോയി കഴിഞ്ഞാൽ തെയ്യത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ മറ്റേ അടിമുടി കാസർഗോഡുകാരനായി പോകും. അത് വിശ്വാസത്തിൻ്റെ ഒന്നുമല്ല, അത് ആ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഇതിലേക്ക് നമ്മൾ മാറിപ്പോകും. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ നാടിൻ്റെ ഡ്രാമ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബ കഥകൾ, അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കഥകളും ഒക്കെ
നമ്മളങ്ങനെ വലിയ പാരമ്പര്യമുള്ള കുടുംബമല്ല. ഞങ്ങൾ ആ നാട്ടിൽ എൻ്റെ അച്ഛൻ്റെ കാലഘട്ടം മുതലുള്ള കഥകളൊക്കെ എനിക്കറിയുള്ളൂ. ഉം. എൻ്റെ അമ്മയ്ക്കും അങ്ങനെ പാരമ്പര്യം അവകാശപ്പെടാനില്ല. അമ്മ പിന്നെ ആ കഥകളിലാണ് എൻ്റെ കുട്ടിക്കാലമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഉം. ആ സമയത്തെ നമുക്ക് ഈ മറ്റേ എന്തോ ഒന്ന് കാഴ്ച കണ്ടു പഠിക്കലും അങ്ങനെയൊക്കെയുള്ളൊരു ഇത് നമ്മുടെ ഉള്ളിലിങ്ങനെ ഉം ബാക്കിയായിട്ടുള്ളതുകൊണ്ട് പിന്നെ ഈ നാടകമൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. നാടുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ് ഞാനിപ്പോഴും. ഉം. ഉം. നാട്ടുകാരുമായിട്ട് എനിക്ക് അത് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിമുടി കാസർഗോഡുകാരനായിട്ട് മാറാൻ പറ്റുന്ന ഒരു നടപ്പിലും ഭാഷയിലും അത് എല്ലാം അല്ലേ? അത് ഇരിപ്പിലും എല്ലാം അല്ലേ? അതെല്ലാം മാറാൻ പറ്റുന്ന ഒരു സാധ്യത അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഉം. അതുകൊണ്ട് തന്നെ കൂടിയായിരിക്കാം ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ അതിൽ നിന്ന് എങ്ങനെയാണ് എൻ്റെ കാസർഗോഡുകാരനെ ഒന്ന് മാറ്റി നിർത്താൻ പറ്റുക എന്നാണ് ഞാൻ ആലോചിക്കുക. അപ്പോൾ അഭിനേതാവാണെന്നുള്ള ഉള്ള രീതിയിലും. ഉം. ഇപ്പോൾ ഡോണിൻ്റെ പടത്തിൽ ഞാനൊരു ഇടുക്കിക്കാരനായിട്ടാണ് അഭിനയിക്കുന്നത്. അയ്യോ ഞാനൊരു കാസർഗോഡുകാരൻ എങ്ങനെ ഇടുക്കിക്കാരനാവാനാന്നുള്ള ഒരു തോട്ട് എൻ്റെ ഉള്ളിലുണ്ട്. ഉം. ആ, അപ്പോൾ ആ കൾച്ചറും ആ ആ, ഇതിൽ നിന്നും വിട്ടുമാറാത്ത ഒരാളാണ് ഞാൻ. ഉം. ഞാൻ പഠിച്ചതൊക്കെ ആ അടിസ്ഥാന അത് തറകെട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂട്ടി വെച്ചിട്ടുള്ള കാര്യങ്ങളെ ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുള്ളൂ. ഉം. ഉം. പക്ഷെ ബേസിക്കലി ഞാൻ ആ നാട്ടുകാരൻ തന്നെയാണ്. അത് അത് നോക്കാം ഇനിയും കുറേ കാലം കഴിയുമ്പോൾ അവിടുത്തേനേക്കാളും കാലം എവിടെയെങ്കിലും ജീവിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ മാറും. മാറിയേക്കാണല്ലോ. ഇപ്പൊ എന്നാത്താൻ കേസുകൂടാണെങ്കിലും ഇപ്പോ പിന്നെ ഇത് മിന്നൽ മുരളി ആണെങ്കിലും മരണമാസാണെങ്കിലും ഒരു പെർഫോമർ എന്നുള്ള ഇപ്പോൾ ഒരു കാരിക്കേച്ചറിസ്റ്റ് റോളാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു ഒരു ഒരു റോളിലേക്ക് സ്വന്തം ശരീരവും ശരീരഭാഷയൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് ആ ക്യാരക്ടറിന് വേറെ തരം പൊലിമ സൃഷ്ടിക്കുന്നത്. ഇപ്പൊ മരണമാസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ വേറെ തന്നെ രീതിയിലാണ് ആ ക്യാരക്ടർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് കണ്ട രാജേഷ് തന്നെ ഇല്ല, നമ്മൾ വേറൊരാളായിട്ട് നമ്മുടെ തലയെ കുടുങ്ങി പോകുന്നൊരു ക്യാരക്ടറായിട്ട് വരുന്നത്. എന്നാത്താൻ കേസ് കൂടെ നോക്കി കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു സ്പിൻ ഓഫ് ചിന്തിക്കുന്നത്, ഞാൻ സ്പിൻ ഓഫിന് എന്താ തിയേറ്ററിൽ സംഭവിച്ചതല്ല, ഒരു സ്പിൻ ഓഫ് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ആ സിനിമയ്ക്ക് പുറത്തേക്ക് വരികയാണ് ആ ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു അതിന്റെ ആ ഇനീഷ്യൽ ഓട്ടോയിലെ വിഷ്വൽ വന്ന സമയത്ത് തന്നെ എല്ലാവരുടെയും എക്സൈറ്റ്മെന്റ് ഇത് പുതിയതരം സിനിമയുടെ പുതിയതരം സാധ്യത പോലെയാണ് വരുന്നത്. പെർഫോമർ എന്നുള്ള രീതിയിൽ എന്താ കാരണം കഴിഞ്ഞാൽ അഭിനയത്തിന് മുമ്പ് തന്നെ പിന്നെ ക്യാമറയ്ക്ക് പിന്നിലാണല്ലോ വന്നത്. ഈ പെർഫോമറിലേക്കുള്ള ഒരു കോൺഫിഡൻസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, അതെങ്ങനെയാ, അതിന്റെ ഒരു ഈസിനെസ് എന്താ? കാരണം ഒട്ടും ഈസിയായ റോളല്ല അത് നമ്മൾ പുറത്ത് നോക്കുമ്പോൾ. ഞാൻ അഭിനയിച്ച് തുടങ്ങിയപ്പം അതായത് ചെലവിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ടാണ് അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം ഈ എപ്പോഴെങ്കിലും മറ്റേ അഭിനയിക്കണ്ടെന്ന് ആഗ്രഹിച്ചിട്ടാണ് ആദ്യം നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സമയത്ത് ഈ പോത്തനോട് കഥ പറയാൻ പോയിട്ട് ആ കഥ കേട്ടിട്ടാണ് പുള്ളി ഇവനെ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങളുടെ കഥേനെ കുറിച്ച് അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് അഭിനേതാവുന്നത്. അത് കഴിഞ്ഞ മഹേഷിന്റെ പ്രതികാരത്തിൽ. അതിനു മുമ്പ് ഞാൻ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെയാണ് ഞാൻ മറ്റേ പിന്നണിയിൽ ശരിക്കും ഡയറക്ഷൻ ഏരിയയിലേക്ക്. അത് മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞു. അത് കണ്ടിട്ട് ആ സീൻ അങ്ങനെ വർക്കായിരുന്നുകൊണ്ട് കുറെ ട്രോളുകളൊക്കെ വന്നിട്ടുള്ളത്. അത് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ, ഞാൻ ഇതിനു വേണ്ടി ഒരു എഫേർട്ട് കൊടുത്തിട്ടില്ല ഇതുവരെ. അഭിനയ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നേ വരെ ഒരു എഫേർട്ട് കൊടുത്തിട്ട് അത് അറിയാതെ വന്നു പോയതാണ്. അറിയാതെ വന്നു പോയതെന്ന് മാത്രമല്ല, സ്വപ്ന സമാനമായിട്ടുള്ള ഒരു ജേണിയാണ് ഞാൻ അഭിനയ ജീവിതത്തിൽ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇതിനേക്കാളും കൂടുതലൊന്നും എനിക്ക് ആവശ്യപ്പെടാനൊന്നുമില്ല ഈ കേസിൽ. ഞാനിപ്പോ നായകനായി, വില്ലനായി, ഇനി എനിക്ക് മറ്റേ നല്ല ക്യാരക്ടറുകളായി. ഇതിലെനിക്കൊരു നിരാശ ഒന്നും പറയാനില്ല. അതിങ്ങനെ സംഭവിച്ചു പോയതാ. പക്ഷെ ഒരു സമയത്ത് എത്തിയിട്ട് വരുമ്പോൾ ഞാൻ പിന്നെ നാടകം കളിക്കാൻ തുടങ്ങി. ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ഞങ്ങള് പിന്നെ റോഷൻ കനിയും ഒക്കെ ഉണ്ടായിരുന്നു. ബൈ ബൈ ബൈപാസ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു, വെരണോൾമ ഫാമിലി. അപ്പൊ അത് കളിച്ചോണ്ടിരിക്കുമ്പോ റോഷൻ ദർശനെയാണ് പറഞ്ഞത്, നീ ഇത് കാര്യമായിട്ട് കൂടി കാണണം, നീ അങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് കാണുന്നത് പോലെ ഉണ്ട്, നീ കാര്യമായിട്ട് കാണണം. അത് തന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ദിലീഷ് പോത്തൻ ഒരു സമയത്ത് പറഞ്ഞു, എടാ അഭിനയം വിടണ്ട കേട്ടോ, നീ അത് കണ്ടിന്യൂ ചെയ്യണമെന്ന്. അതും എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ഈ 2 കാര്യങ്ങളാണ് എന്നെ ഞാൻ ശരിക്കും അഭിനേതാവുന്നതിലേക്ക് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ ഇടപെട്ട് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇപ്പോഴും ഒരു പിന്നണി പ്രവർത്തകനായിട്ട് തന്നെയാണ് അഭിനേതായിട്ടാകുമ്പോഴും നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അത്രയും എത്ര സത്യസന്ധത എനിക്ക് സത്യസന്ധമായിട്ടാണ് അഭിനയിക്കാൻ എപ്പോഴും ശ്രമിക്കുക. പക്ഷെ എത്ര കൊടുക്കാൻ പറ്റുന്നുണ്ട് എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് ആ സിനിമയുടെ ലാംഗ്വേജ് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ആ സിനിമയുടെ ലാംഗ്വേജ് മനസ്സിലാവും എന്നാണ് എൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ വിചാരിക്കുന്നത് ബാക്കി ഉള്ള ആൾക്കാരിൽ നിന്ന്. അപ്പോൾ
അതിൻ്റെ ഒരു മീറ്ററിനനുസരിച്ചിട്ട് എൻ്റെ ബോഡി സെറ്റ് ആവും സ്വാഭാവികമായ രീതിയിൽ. അത് നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നതല്ല. ഉം. നമ്മൾ ആ സിനിമയെ കുറിച്ചിട്ട് ആലോചിക്കും മൊത്തത്തിൽ. ഇതൊക്കെ ആലോചന നടക്കുമല്ലോ എന്തായാലും ഒരു ക്യാരക്ടറിലേക്ക് കയറുന്നതിന് മുമ്പ്. ആ ആ അത് നമ്മുടെ ബോഡിയിൽ വർക്ക് ആവുമല്ലോ. സ്വാഭാവികമായിട്ടും അത് കുറച്ച് ദിവസങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് അതെത്തും. അതിനെ പിന്നെ പെർഫോം ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവിടെ എത്തുമ്പോഴേക്കും ഇങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് മാറും. ഇങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടുന്നത് വരെ പ്രയാസമുള്ളൂ. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റെ വഴിക്ക് അങ്ങ് പോയിക്കോളും ഉം, ഉം. എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അതിനെക്കുറിച്ചിട്ട്, ആ പ്രോസസ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുള്ള എല്ലാം എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ സിനിമകളിലാണ്. അവരുടെ അടുത്ത് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവരെന്നെ വിശ്വസിക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് അത് അവിടെ ഒരു ഇംപ്രവൈസേഷൻ സാധ്യത കൂടി വേറെ രീതിയിൽ എന്തായാലും അറ്റാച്ച് ആയി വരും അല്ലേ? എന്തായാലും. അപ്പോൾ ഉം, ഉം. രതീഷേട്ടൻ്റെ പടത്തിൽ രതീഷേട്ടൻ എന്നെ പിന്നെ ഇവനെ ഇനി ഇങ്ങനത്തെ ഒന്ന് ചെയ്യിപ്പിച്ചേക്കാം, ഇവനെ ഇങ്ങനത്തെ ഒന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് രതീഷേട്ടൻ ഓരോ സ്ക്രിപ്റ്റ് മാറി മാറി ചെയ്തു. അങ്ങനെ. അതുകൊണ്ട് മറ്റേ പുള്ളി എന്നെ എന്താ കാണാൻ ബാക്കിയുള്ളതെന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ച് എന്തെങ്കിലും എഴുതി വെക്കും സിനിമയിൽ. ഞാൻ എനിക്കും എന്നെയും കൂടി കണ്ടിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാള് രതീഷേട്ടനായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതേപോലെ ശിവന്റെ പടത്തിലാണ്. ശിവൻ ഞങ്ങളിവിടെ സിനിമ ആഗ്രഹിച്ചു വന്ന ആ സമയത്ത് തൊട്ട് വന്നിട്ടില്ല. അപ്പൊ ശിവൻ ഞാൻ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറെ പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശിവനെ അറിയാം ഇവനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത്. എന്നെ മിന്നൽ മുരളിയിൽ കാസ്റ്റ് ചെയ്തതും ശിവനാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്, ഇവർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ടാണ്. അല്ലാതെ അറിയാത്ത ഒരാൾക്ക് ഞാൻ വളരെ സാധാരണ ഒരു നടനായിരുന്നു. ആൻഡ്രോയിഡിലൊക്കെയാണ് ആ സീനിൽ ഞാൻ വരില്ല. അതൊരു യുണീക്ക്, നമ്മളിപ്പോൾ പറയല്ലേ, അതൊരു യുണീക്ക് പെർഫോമൻസ് ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു അഭിനയ ശൈലി എന്ന് പറയാൻ പറ്റില്ല. ഒരാൾ തന്നെ അയാളുടേതായ സാധനം ഡെവലപ്പ് ചെയ്ത് ചെയ്യുന്ന ഒരു യുണീക്ക് സംഗതിയാണല്ലോ. അത് ഭയങ്കര രസമായിട്ടാണ്. അത് അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ്, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ഹിംസയുണ്ട്, ഹാസ്യമുണ്ട്. അതായത് നമുക്ക് ചിരിയും വരും, എന്നാൽ അങ്ങനെയല്ല അത്. അയാളുടെ ടൊണാലിറ്റി അയാൾ അങ്ങനെ തന്നെ പെരുമാറുകയാണല്ലോ. ഇപ്പം സുരേഷിലേക്ക് വന്നാൽ അത് വേറെ തന്നെ തരത്തിലുള്ളൊരു ഡിസൈൻഡ് ക്യാരക്ടറാണ്, എന്നാൽ സ്റ്റൈലൈസ്ഡ് ആണ്, വേറെ തരം രസമുണ്ട്. അതിന്റെ സിനിമയുടെ ടോട്ടൽ ഇതിൽ നിന്ന് നമുക്ക് ഭയങ്കര വിയേർഡായ ഔട്ട് ഓഫ് ദ ബോക്സിൽ പ്ലേസ് ചെയ്യുന്നതാണ്. രാജീവിനെ പോലെയല്ല, വേറെ രീതിയിൽ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ക്യാരക്ടറാണ്. ഇത് പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനൊരു രാജേഷ് പിന്നെ അസോസിയേറ്റ് ഒക്കെ ആയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ക്യാരക്ടറിന് ഒരു കണ്ടിന്യൂറ്റി വേണം, അതേ മീറ്റിലേക്ക് തിരിച്ചു വേണം. ഇത് കട്ട് ചെയ്താൽ രാജേഷിൻ്റെ ഇതിലേക്കാണ് പോകുന്നത്. ഭയങ്കര അകലത്തിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടായിരിക്കും ഇവർ വരുന്നത്. അത് അങ്ങനെ ഒരു സ്റ്റൈലൈസ്ഡ് ക്യാരക്ടറൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാറ്റിനും ഓരോ റെഫറൻസുകൾ എവിടുന്നെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടാവും തോന്നുന്നത്. നമ്മള് മറ്റേ ഇങ്ങനെ വിസിബിളി ഇന്ന ആളാണെന്ന് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇവരൊക്കെ. പക്ഷെ അതിന് ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയോ കുറച്ചോ ചെയ്യുന്നുണ്ടാവുന്നുള്ള. ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ എനിക്ക് റെഫറൻസ് ഉണ്ട്, വിസിബിളി എനിക്ക് ഓർമ്മയുള്ള ഒരു റെഫറൻസ് ഉണ്ട് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ക്യാരക്ടറിന്. അതിന് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ നാടകം ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു മാറ്റാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ മുതലായിരിക്കും എനിക്ക് എന്തെങ്കിലും ആക്ടർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ എനിക്ക് ഈ ഫൺ ഓൾറെഡി സീനിലുണ്ട്. ഞാനത് വളരെ സീരിയസ് ആയിട്ട് ചെയ്താൽ മതി, നമ്മളത് ആ ക്യാരക്ടർ ഭയങ്കര ഗൗരവമായിട്ടാണ് സ്വന്തമായിട്ട് ചെയ്താൽ മതി എന്നാണ് അതിന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് പിന്നെ ഓൾറെഡി ഇപ്പം പിന്നെ വാ ക്യാരക്ടറിലേക്ക് കയറാം എന്ന് പറഞ്ഞിട്ടാണ് സിനിമയുടെ എൻ്റെ ഫസ്റ്റ് ഷോട്ട് തുടങ്ങുന്നത്. പിന്നെ അതില് മറ്റേ ക്യാരക്ടറിലേക്ക് കയറാന്ന് പറഞ്ഞാൽ നാടകം അഭിനയിക്കാൻ പോവാൻ കട്ടൻ ചായ കുടിച്ച് പിന്നെ ആക്ച്വലി പെർഫോമൻസ് നാടകത്തിലേക്ക് തുടങ്ങുന്നത്. അപ്പൊ കട്ടൻ ചായ കുടിച്ച് വെച്ചിട്ട് ശിവന്റെ അതെ. അപ്പൊ ആ ക്യാരക്ടറിലേക്ക് കയറാം എന്ന് പറയുന്നത് രതീഷേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു നോക്കാം എന്ന് വിചാരിച്ചതാ. പിന്നെ പ്രതികാരദാഹം നായി പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വായിച്ച് നമ്മൾ ഒരുപാട് ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇയാൾ ഒരിക്കലും അങ്ങനത്തെ ഫണ്ണ് പാടില്ല, വളരെ സീരിയസ്. അതെ, അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ട് ഉള്ളത് പലതും നമുക്ക് ചിരി വരും. പക്ഷെ പുള്ളി വളരെ സീരിയസ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ അത് മനസ്സിൽ പിന്നെ അത് ചിരിക്കേണ്ട ഒരു സാധനമാണല്ലോ ഒന്ന് വിചാരിച്ച് നിൽക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആ സീനിൽ നമ്മൾ സീരിയസ് ആയിട്ട് നിന്നിട്ട് കേൾക്കുമായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷനുകളിലെ ഒന്ന് അതൊന്ന് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിലൊക്കെ ചെയ്തിട്ടില്ല. പിന്നെ ഈ കാരിക്കേച്ചർ സ്വഭാവമുള്ള സാധനം നമ്മൾ ആ സിനിമയുടെ ഒരു ലാംഗ്വേജും കൂടെ വെച്ചിട്ടാണ്. ഇതിന് നമ്മൾ പ്രീ ഷൂട്ട് ചെയ്തിരുന്നു എന്നത്തെ കേസോട്. അപ്പൊ അതില് പിന്നെ
സുരേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അവതരിപ്പിച്ച ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടനാണ്. ഞാൻ മറ്റേ രാജീവന്റെ ക്യാരക്ടറായിരുന്നു പ്രീ ഷൂട്ട് ചെയ്യുമ്പോൾ അവതരിപ്പിച്ചത്. അപ്പൊ അവൻ അതിന് ഇട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഞാൻ എടുത്തിരുന്നു രണ്ടാമത് ക്യാരക്ടർ ചെയ്യുമ്പോൾ. അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് അതിന് വേറൊരു സ്റ്റൈല് രൂപപ്പെട്ടു വന്നതാ. പിന്നെ അതിനെ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സ്റ്റൈല് വേറെയായിരുന്നു. ഇങ്ങനെ ആയിരുന്നില്ല സിനിമ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്ന സ്റ്റൈലിന് മൊത്തത്തിൽ ഒരു കാരിക്കേച്ചർ സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനത് വിട്ടില്ല. ബാക്കി കുറെ ക്യാരക്ടറുകൾ അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. രാജീവനും പക്ഷെ റിയലിസ്റ്റിക് ആയിട്ട് ഡീൽ ചെയ്തു. അങ്ങനെയാണ് എന്നാത്താൻ കേസുകൊണ്ട് മീറ്റർ അങ്ങനെ ആവാൻ കാരണം. കുറച്ച് കൊർക്കിനെസും റിയലിസ്റ്റിക്കും ഉള്ളതിന്റെ ഇടയിലൊക്കെ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ് എല്ലാം, അല്ലെ? ചില ചേഷ്ടകളും പരിപാടികളും ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ചിലത് ഭയങ്കര റിയലിസ്റ്റിക് ആണെന്ന് തോന്നുന്ന മരണമാസില് ശരിക്കും ബസ് സീക്വൻസില് ഭയങ്കര അത് ഈ സെയിം സാധനം ഉണ്ട്. നമ്മൾ പറഞ്ഞ മറ്റേ ഹിംസ ഉണ്ട്, എന്നാൽ നമ്മളിൽ ആ ഹാസ്യമുള്ളൂ. അതെ അതെ, നമ്മളതിൽ അയാൾ വളരെ സീരിയൽ കില്ലർ ആയിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ കുട്ടികളോടുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്ന സാധനങ്ങൾ അതെല്ലാം അതിൽ എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര രസമായിട്ട് ചെയ്തൊരു ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്താ. പിന്നെ ഈ ബേസിലിന്റെയും സിജുവിന്റെ ഒക്കെ കൂടെ സുരേഷിന്റെ ഒക്കെ കൂടെ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഭയങ്കര ഓണായിരിക്കും സെറ്റ്. അപ്പൊ നമുക്ക് എന്തും ചെയ്യാം. പിന്നെ ഇപ്പൊ ചമൻ ചെയ്തിട്ടുള്ള എഡിറ്റിലൊക്കെ കുറച്ചെണ്ണം മറ്റേ സൂം ഔട്ട് ചെയ്തിട്ടൊക്കെ അടുത്ത എക്സ്പ്രഷൻസ് ഒക്കെ ഒന്നും കൂടി കയറ്റി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ഫൈനൽ വന്നിട്ടുള്ള എഡിറ്റില്. അപ്പൊ എന്താ ആ സീൻ ഭയങ്കര മറ്റേ അബ്സേർഡ് ആണല്ലോ. ഇറ്റ്സെൽഫ് അത് കോമഡിയാണ്. അപ്പൊ നമ്മള് മറ്റേ എനിക്ക് മീശയും വെച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നെ കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ചിരി വരുമായിരുന്നു. കോസ്റ്റ്യൂംസ് അത് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അതിനെ. അപ്പം പിന്നെ ശിവന്റെ ക്യാരക്ടർ വേറെ തരത്തിൽ ഒരു പ്രായം എന്ന് പറയുന്ന സാധനം ഏതാണ്ട് രാജേഷിനോട് ചേരാത്തൊരു പ്രായത്തിലേക്കാണല്ലോ. അതെ. അപ്പൊ അതിനെ നമ്മളങ്ങനെ ഒന്ന് മനസ്സിലിട്ട് നടക്കുമ്പോൾ അറിയാതെ വരുന്ന കുറെ കാര്യങ്ങളാണ്. പിന്നെ ഇതൊരു കൊമേഴ്സ്യൽ സിനിമയാണ്. ഇതിൽ പെർഫോമൻസ് ആവശ്യമുണ്ട്. പെർഫോമറായിട്ടും കൂടെ നമ്മൾ ഇടയ്ക്ക് നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ല ബോധത്തോട് തന്നെയാണ് സിനിമയെ സമീപിക്കുന്നത്. ഞാൻ അങ്ങനെ മറ്റേ മെത്തേഡ് ആക്ടർ അല്ല. ആ സീനിൽ നമ്മളായ രീതിയിൽ പെർഫോം ചെയ്ത് നമ്മൾ അതിനെ തെറ്റിക്കാതിരിക്കുക, അതിനെ താഴ്ത്താതിരിക്കുക എന്നുള്ളതാണ് ബേസിക് ചിന്ത. അത്രേ ഉണ്ടാവുള്ളൂ. ബാക്കി അത് വരുന്നതാ. പിന്നെ ഈ നാടകമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, ഈ സ്റ്റേജൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം കുറച്ച് നന്നായി എന്ന് തോന്നുന്നത് എന്തെങ്കിലും. ഇപ്പൊ പെണ്ണും പൊറാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതൊരു ഗംഭീര ഡെബ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ അത് ഫെസ്റ്റിവലിലേക്കാണ് ജേർണി പോകുന്നത്, തിയേറ്ററിലേക്ക് വരികയാണ്. ഒരേ സമയം രണ്ട് സർക്കിളിലും സ്യൂട്ടായ പടം എന്ന് പറയില്ലേ. ഫെസ്റ്റിവലിലും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും, തിയേറ്ററിലും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് വരുന്നത്. ശരിക്ക് തിയേറ്ററിലേക്ക് എത്തുമ്പോഴുള്ളൊരു ഒരു എന്താണ് മനസ്സിലുള്ളത്? ഇത് ആൾക്കാരിലേക്ക്, അതായത് പൊതുജനങ്ങളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കപ്പെടുന്നത്? ഞാൻ അവർക്ക് വേണ്ടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്, അവരുടെ ഭാഷയിലാണ് ചെയ്തിട്ടുള്ളത്, എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു മാസിന് മനസ്സിലാവുന്ന ഏരിയയിൽ തന്നെയാണ്. പക്ഷെ ഇത് സംസാരിക്കുന്ന വിഷയത്തിന് ഒരു കാര്യമുണ്ട്. അത് സ്ഥിരം ഒരു ടെംപ്ലേറ്റിൽ പെടുന്ന ഒരു കാര്യമല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ബോധമുണ്ട്. പിന്നെ ഇത് സ്വീകരിക്കപ്പെടുന്ന തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരു 15 മിനിറ്റ് നേരം നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇത് ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ ഉള്ളൊരു സമയം 15 മിനിറ്റ് നേരം ആൾക്കാർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ് എന്തായാലും. ഇങ്ങനെ ഒരു സിനിമ, ഇത് എൻ്റെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, ഇങ്ങനെ ഒരു സിനിമ വിജയിക്കേണ്ടത് ഇവിടുത്തെയും കൂടെ ആവശ്യമാണ് ഞാൻ വിചാരിക്കുന്നു. അത് നമുക്ക് കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു വൈബ്രൻസിനെ നമ്മൾ ഈ അടുത്ത് ഈ OTT ഒക്കെ വന്നതിന് ശേഷം ഒന്ന് ചുരുങ്ങിപ്പോയിട്ടുണ്ട് നമ്മുടെ സിനിമയുടെ സാധ്യതകൾ. അതിന് ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ വന്നിട്ട് തിയേറ്ററിൽ വർക്കായി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അതൊരു സാധ്യതയായിട്ട് ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അത് ഒരു ഉത്തരവാദിത്വമാണ്, പ്രതീക്ഷയുണ്ട്. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പം പെൺപൊറാട്ടം വരുന്നു. പെൺപൊറാട്ടിന് മുമ്പ് ചെയ്യാനിരുന്ന മരണവംശം ഓൾറെഡി അനൗൺസ് ചെയ്ത പ്രൊജക്റ്റ് ആയിരുന്നു. മരണവംശം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബൃഹത്താഖ്യാനം വേണ്ട എപ്പിക് സ്വഭാവത്തുള്ള സിനിമയാണ്. ഇത് ഭയങ്കര ഒരു യുണീക്ക് നെറേറ്റീവില് ഒരു ഒട്ടും ടെംപ്ലേറ്റിന്റെ സ്വഭാവത്തിലല്ല ചെയ്തേക്കുന്നത്. മരണവംശം അതൊരു ഒറ്റ സിനിമയായിട്ട് ആലോചിക്കുന്നതാണോ? അടുത്ത പടം മരണവംശമാണോ? എന്താണ് ഒരു പ്ലാൻ? അടുത്ത പടം മരണവംശം ചെയ്യണം തന്നെയാണ് ആഗ്രഹം. അതിന്റെ കൂടെ വേറെ 2 പരിപാടികളും കൂടി ആലോചനകളുണ്ട്. മരണവംശം ഈ നോവല് ഭയങ്കര ബൃഹത്തായ നോവലാണ്. ഞാൻ നോവലിനെ
ആ ബുക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സിനിമ അതിനെ എന്നുള്ളതാണ്. സ്വതന്ത്രാഖ്യാനം എന്ന് ഉം. സിനിമേനെ പറയാൻ പറ്റുള്ളൂ. കാരണം ആ പുസ്തകത്തിനെ മൊത്തമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 2ഓ 3ഓ സിനിമയായിട്ടെങ്കിലും ചെയ്യേണ്ടി വരും. അതിനെ കാണണം. അല്ലെങ്കിൽ അത് വലിയൊരു സീരീസ് ആയിട്ട് കാണണം. ഉം. ആ സിനിമേനെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇതിന് ഷാജിയേട്ടന് അതിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മൂലകഥയുണ്ട്. അതെ, ഞങ്ങളുടെ ഒരു നാട്ടിലൊക്കെ ഇൻസിഡന്റ്. അതെ, സംഭവിച്ചിരുന്ന അതെ, അതെ. കഥകളുണ്ട്. ആ കഥയാണ് എന്നെയും ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഉം. ഞങ്ങളുടെ ചെറുപ്പകാലത്തിനെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിട്ടുള്ള, ഭയങ്കര ടെൻഷൻ അടിപ്പിച്ചിട്ടുള്ള ഒരു ഒരു കഥയാണത്. ഉം. ഞങ്ങളുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള കഥയാണ്. അപ്പം അതാണ് എന്നെയും ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഷാജിയേട്ടൻ അതൊരു ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ നോവലിനെ ഞാൻ ഭയങ്കര ബഹുമാനത്തോടു കൂടി ആദരവോടെ സമീപിക്കണം. ആദരവോടെ സമീപിക്കണം എന്നുള്ളത് കൊണ്ടാണ് അതിന് ഒരു സമയം എടുക്കുന്നത്. പിന്നെ അത് എന്താണ് ഇതിന്റെ സ്പെസിഫിക് ലാൻഡിങ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് സമയം കൂടുതൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആ ആലോചനയും കൊണ്ടും കൂടിയാണ് അത് സമയം എടുത്തത്. അത് ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതും എന്തായാലും അതൊരു ഇങ്ങനൊരു മാസപ്പട ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ചെലവ് കൂടിയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ ആവശ്യമുള്ള ഒരു സിനിമയാണ്. അപ്പം അതിനെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അതെ. അപ്പൊ അതൊരു മാസപ്പടം ആയിരിക്കണം എന്തായാലും. ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാസപ്പടം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിന് അത്രയും വർക്കും വേണ്ട ഒരു സിനിമയാണ്. അപ്പൊ അതിനെ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ സമീപിക്കുള്ളൂ എന്തായാലും. അല്ലെങ്കിൽ നോവൽ വായിച്ചവരെല്ലാരും എന്നെ ചീത്ത വിളിക്കുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി തന്നെ എന്തായാലും പടത്തിലേക്ക് പോകുള്ളൂ. ഇത് ഫെസ്റ്റിവലിൽ ഇന്ത്യയുടെ തന്നെ ഒഫീഷ്യൽ ഫെസ്റ്റിവൽ ആയിട്ടുള്ള IFFIയിലാണ് ആദ്യമായിട്ട് സ്ക്രീൻ ചെയ്യുന്നത്. കേരളത്തിൽ IFFKയിൽ സ്ക്രീൻ ചെയ്തു. ഇത് മറ്റ് പല സ്റ്റേറ്റിലെ ക്രിറ്റിക്സ്, മറ്റു സ്ഥലത്തുള്ള ആക്ടേഴ്സ്, മറ്റു പല ആളുകളും കണ്ടല്ലോ. ഭയങ്കര എക്സൈറ്റിംഗ് ഫീഡ്ബാക്ക് കൂടി വന്നിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ ഗോവയിലും കേരളത്തിൽ നിന്നൊക്കെ. എന്താണ് അതിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാനിതൊരു ഈ മലയാളം ഭയങ്കര ടോക്കിയാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചത് പുറമേ ഉള്ളവർക്ക് അങ്ങനെ കിട്ടണമെന്നൊന്നുമില്ല. ഗോവയിൽ കൊണ്ടുവെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൽ ആൾക്കാരൊക്കെ കാണാനുണ്ടാവുമോ നമ്മുടെ പടത്തിൽ നിന്നൊക്കെ. പക്ഷെ നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു കാണാൻ. ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടാതെയൊക്കെ പോയി ആൾക്കാർ. എന്നിട്ട് കണ്ടിരുന്ന ആൾക്കാരിൽ കുറേ ഹിന്ദി, തമിഴ്, പിന്നെ കുറച്ച് ഇംഗ്ലീഷുകാർ, കുറച്ച് വിദേശ ആൾക്കാർ ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഈ സിനിമയെ കുറിച്ചിട്ട് മറ്റേ ഇങ്ങനെ വാദോരാതെ കുറച്ച് നേരം സംസാരിച്ചു. ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോ ഓക്കെ അങ്ങനെ കണക്ട് ആവും എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായി. നമ്മളൊരു മറ്റു സ്ഥലത്തേക്ക് ഈ പ്രാദേശികത മറ്റു സ്ഥലത്ത് അത് ദഹിക്കുമോ എന്നുള്ള സംശയം. ഈ പ്രാദേശികമായ സിനിമ ചെയ്യുമ്പോൾ മാത്രം കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ അത്രയും ടോക്കി ആയിട്ട് സിനിമ, ഇത്രയും സബ് ടൈറ്റിൽ ഫോളോ ചെയ്ത് കാണേണ്ട ഒരു സിനിമ പോലെ ഒരു സിനിമേനെ എങ്ങനെ അതിനെ എടുക്കും എന്നുള്ളത്. പക്ഷെ അതിന്റെ ആ വിഷ്വൽ സാധനത്തിലും ഒക്കെ കൂടി ആൾക്കാർക്ക് കണക്ട് ആയി എന്നാ തോന്നുന്നത്. ആ കാര്യത്തിന് അവരതിന് പല ലെയറുകളാണ് പല ആൾക്കാർ കണ്ടിട്ടുള്ളത്. പല ആൾക്കാരും മറ്റേ മൃഗസ്നേഹത്തിന്റെ ഒക്കെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പല കാര്യങ്ങൾ പറഞ്ഞു ആൾക്കാർ. പക്ഷെ അതിൽ എവിടെയൊക്കെയോ നമ്മുടെ സിനിമകളുടെ ക്യാരക്ടർ റീഡിംഗ് പ്രോപ്പർ സംഭവിച്ചു. അപ്പൊ എനിക്ക് അത് ഭയങ്കര സന്തോഷമായി. ആക്ച്വലി IFFKയിൽ എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോം ഗ്രൗണ്ട് ആണ്. പിന്നെ ഈ എന്താ ആൾക്കാർ ഒന്നാമത്തെ ഷോ കഴിയുമ്പോൾ തന്നെ അറിയാം ഇവരെന്താ പറയാൻ പോകുന്നൊക്കെ ഉള്ളത്. തെറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നേരിട്ട് തന്നെ വാങ്ങിയിട്ട് തന്നെ പോവാം എന്നൊക്കെയുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ IFFKയിലും ഭയങ്കര നല്ല റിസപ്ഷൻ ആയിരുന്നു. ആൾക്കാർ പല തരം റീഡിങ്ങുകൾ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും അതൊന്നും കിട്ടൂല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ വരെ കണ്ടുപിടിച്ചിട്ട് ആൾക്കാർ സംസാരിച്ചു. പോത്തൻ കണ്ടിട്ട് ഇല്ല പോത്തനെ എന്റെ ഗുരുക്കന്മാരെ ആരെയും ഞാൻ പോത്തനെ കാണിച്ചിട്ടില്ല, ആഷിഖേട്ടനെ കാണിച്ചിട്ടില്ല, ശ്യാമേട്ടനെ കാണിച്ചിട്ടില്ല, രതീഷേട്ടൻ, സെന്ന അവരൊന്നും കാണിച്ചിട്ടില്ല. അവരെല്ലാം തിയേറ്ററിൽ വന്ന് കാണട്ടെ. ആകെ സുധീഷേട്ടൻ മാത്രമാണ് കണ്ടത്. സുധീഷേട്ടൻ പിന്നെ നമ്മള് പിന്നെ മുൻപേ നടന്നുപോയ ആളാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ മറ്റേ സാമ്പ്രായക ആരെ പോലെ ഡീൽ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് സുധീഷ് ഗോപിനാഥ് മാത്രമാണ് കണ്ടത്. അതെ, സുധീഷേട്ടൻ പിന്നെ സ്വന്തക്കാരൻ. ബാക്കി എല്ലാവരോടും ഒരു ബഹുമാനമുണ്ട്. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പോയി കാണിക്കാൻ ഉള്ള ഒരു. പക്ഷെ പോത്തൻ പിന്നെ എപ്പോ കാണാൻ വിളിച്ചു കഴിഞ്ഞാലും അപ്പൊ വരാം എന്നിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ഗംഭീരമായ ഒരു കരിയർ ആർട്ടിസ്റ്റിൻ്റെതായിട്ട് ആക്ടറുടെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പൊ ഈ സിനിമ ഉറപ്പായും വേറൊരു രീതിയിലൊരു ഭയങ്കര ലാൻഡിങ് ഉണ്ടാക്കുകയാണ്. എന്തെങ്കിലും തരത്തിലൊരു ഡിഫൈൻഡ് ആയിട്ടാണോ മുന്നോട്ട്? ഇനി എന്താണ് മീൻസ് തുടർച്ചയായിട്ട് ഡയറക്ഷൻ എന്നുള്ളതാണോ, ആക്ടിങ്? എന്താ രാജേഷിന്റെ ഒരു പ്ലാൻ എങ്ങനെ ഇരിക്കുന്നത്?
ആഹ് ഈ ആക്ടർ എന്ന കരിയർ ഞാനൊരു ഞാൻ അതിന്റെ പീക്ക് പോയിന്റ് ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ എനിക്ക് തോന്നി ഈ അടുത്ത കാലത്ത്. എനിക്ക് മറ്റേ നമ്മളുടെ ഒരു ഹൈ അല്ലേ? നമ്മളൊരു ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹൈ മാത്രമല്ല, ഞാനിപ്പോ എന്താണ് ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്നൊക്കെ തോന്നി എനിക്ക്. പിന്നെ ആ മറ്റേ അങ്ങനെ നിരാശയൊന്നുമല്ല അതിൽ, അതല്ല അത് പറയുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ ഇനി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. ഞാനൊരു മറ്റേ ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യണം, ഞാനൊരു പുതിയ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യണമെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നു. അതിനനുസരിച്ച് ഒരു റിസപ്ഷനോ അങ്ങനെ ഉണ്ടോ എന്നുള്ളതും സംശയമുണ്ട് എനിക്ക്. അപ്പോൾ അതൊരു ജോലിയുടെ ഭാഗമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു, പക്ഷെ സീരിയസ്നെസ് കുറയാതെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് സിനിമ ചെയ്യണമെന്ന് ശരിക്കും ഉള്ള ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, സിനിമയ്ക്ക് വേണ്ടി വന്നത്. അപ്പോൾ അതിന് ഞാൻ മറ്റേ ഇനിയും സീരിയസ് ആയിട്ട് കണ്ടോണ്ടിരിക്കും. ഇപ്പം ശരിക്കും ഡയറക്ഷന് വന്നവര് അഭിനയത്തിൽ അങ്ങ് എൻഗേജ്ഡ് ആയി പോയിട്ട് അവരുടെ പ്രാഥമിക ആഗ്രഹത്തിന് അതിന് ദൂരം കൂടുകയും, ഞാൻ പറഞ്ഞത് പോത്തനാണെങ്കിലും ബേസിലാണെങ്കിലും, ഞാൻ പറഞ്ഞ അവരിപ്പോഴും അവരുടെ ഡയറക്ടറിലാണ് അവരുടെ പ്രൈമറി എക്സൈറ്റ്മെന്റ്. അതൊരു മറ്റേ ഇതാണ് മറ്റേ നമ്മളൊരു അഭിനയിച്ച് തുടങ്ങുമ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, നമ്മുടെ മൊത്തം സ്റ്റൈലിനെ, ലിവിങ് സ്റ്റൈലിനും മൊത്തം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. അപ്പം നമുക്ക് ആ ഏരിയ അത് വിട്ടുപോകാൻ പറ്റില്ല, അത് ഭയങ്കര ഒരു ട്രാപ്പാണ് അത്. അപ്പോൾ ഞാൻ അതിനെ എങ്ങനെ രക്ഷപ്പെടാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അഭിനയിക്കാൻ പോകണം. ഇപ്പം മലയാളത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ മലയാളത്തിൽ കുറച്ച് സിനിമകൾ വരാനുണ്ട്, പ്രത്യേകിച്ച് അങ്ങനെ എക്സൈറ്റ്മെന്റ് ഉള്ള. ഡോണിന്റെ പടമുണ്ട്, കമൽ കെ എം പടമുണ്ട്, ഒരു ആഹ്ലാദം എന്ന് പറഞ്ഞൊരു പടം ചെയ്തു വെച്ചിട്ടുണ്ട്, അതിപ്പോ ഇറങ്ങും. പിന്നെ ഇപ്പൊ പ്രകമ്പനത്തിലുണ്ട്. പിന്നെ അഭിനവിന്റെ സിനിമയിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അതെ, മോളിവുഡ് ടൈംസ്. എന്താന്ന് എനിക്കറിയാം. ആ വേഷങ്ങളാണ് ഇനി ഒരു വരാനുള്ളത്. പിന്നെ തമിഴില് എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചോണ്ടിരിക്കുന്നു, അന്യഭാഷയിലേക്ക് രക്ഷപ്പെടാനാണ് വിചാരിക്കുന്നത്. പക്ഷെ എന്നാലും പെണ്ണും പൊറാട്ടും എന്ന് പറയുന്ന സിനിമ നമ്മളൊരു ഗംഭീരൊരു ഗെയിം ചേഞ്ചിങ് സിനിമയായി മാറുന്നതാണ് എൻ്റെ വ്യക്തിപരമായ പ്രതീക്ഷ. ഗംഭീരമാവട്ടെ. പ്രേക്ഷകരിൽ നിന്ന് ഇനി കൂടുതൽ അഭിപ്രായം കാര്യങ്ങളും വരട്ടെ. താങ്ക് യു.